യം ശൈവാഃ സമുപാസത്തെ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമൃതാദ് വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരജനവരജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. ഹരിഃ ഓം ഹരിഃ ഓം ഹരിഃ. എല്ലാവരും കൂടി 3 തവണ ഓംകാരം നിവർന്നിരുന്ന് കണ്ണടച്ച് മനസ്സും വായും തുറന്ന് ഓ ഈ എല്ലാവരും സ്വാമിജി പറയണത് മാത്രമേ ഉള്ളൂ. ഒന്നിലോ നിങ്ങളെല്ലാവരും മിണ്ടാണ്ടിരിക്കും, ഞാൻ മാത്രം ജപിക്കാം, അല്ലെങ്കിൽ എല്ലാവരും കൂടി ജപിക്കും. ഇതാ ഓ പ്ലാവ് പോലും വേണമെങ്കിൽ വേരിൽ കായ്ക്കും. നമ്മുടെ സത്രശാലക്കാർ കൊമ്പിലും കൂടി കായ്ക്കില്ല, നമുക്ക് വേരിലൊന്ന് കായ്ക്കാം. ഓ ഹരി ഓം തത്സ്. ജയഗുരു. ഇങ്ങനെ ഒരു ആഹ്വാന രൂപത്തിൽ, നിർബന്ധ രൂപത്തിൽ പറയാതെ തന്നെ നിങ്ങളെല്ലാവരും പതിവ് പോലെ ജപിക്കുക എന്നൊരു സമ്പ്രദായം എപ്പോഴാണ് വളർത്തുക എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത കൊല്ലല്ലേ അതിന് സന്ദർഭമുള്ളൂ. 10 ദിവസമായി നടക്കുന്ന ഈ ജ്ഞാന മഹോത്സവമുണ്ടല്ലോ, ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്ര ജ്ഞാന മഹോത്സവം. അതിൻ്റെ അവസാനത്തെ ദിവസത്തിന് മുൻപിലത്തെ ദിവസമാണ്. തത്വപ്രവചന പരമ്പരയൊക്കെ ഇതോടുകൂടി അവസാനിക്കുകയായി. ഈ 8 കൊല്ലമായി നാം 18,000 ശ്ലോകങ്ങളടങ്ങുന്ന ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന പാരമഹംസ്യ സംഹിത അതിമഹത്തും പരമദിവ്യവും അങ്ങേയറ്റം അനുഗ്രഹകരവുമായിരിക്കുന്ന ഒരു മഹത് ശാസ്ത്രമാണിത്. അതിൻ്റെ നാനാഭാഗങ്ങളും
കഥകളടക്കം തത്വമൂല്യ സിദ്ധാന്തങ്ങളടക്കം തത്വകഥന രൂപത്തിൽ ശ്രോതാക്കളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കഥാശ്രവണത്തിൻ്റെ ഉദ്ദേശം? ഈ കഥാശ്രവണം, തത്വകഥനം എന്ന് പറയുന്ന ഈ സംസ്കാരം എവിടുന്ന് ഉണ്ടായി? ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഇത്തവണ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, 8ാമത്തെ പുസ്തകം, അത് 10ാമത്തെ സ്കന്ധം അവസാനിക്കണു. അതോടുകൂടി ആ സമയത്ത് ഒരു 30-32 പേജ് നീണ്ടു നിൽക്കുന്ന പുരാണ തത്വചിന്തകൾ എന്ന് പറഞ്ഞ് ഒരു പ്രധാന ഭാഗം അതിൽ പ്രകാശന ചിന്തകളായി എഴുതി ചേർത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഈ പുരാണം എന്ന് പറഞ്ഞാൽ പഴയത് എന്നൊരർത്ഥമുണ്ട്. എന്നാൽ ഈ പുരാണ ശബ്ദത്തിന് അത് മാത്രമാണോ അർത്ഥം, അതോ അതാണോ അർത്ഥം? ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. സംസ്കൃത ശബ്ദങ്ങൾക്കും പദങ്ങൾക്കുമെല്ലാം ആലോചിക്കുന്നതിനനുസരിച്ച് അർത്ഥവ്യാപ്തി കൂടി വരും. അങ്ങനെ പല പദങ്ങളുമുണ്ട്. രാമനായാലും കൃഷ്ണനായാലും ഗോവിന്ദനായാലും അതങ്ങനെ വെറുതെ രാമൻ, കൃഷ്ണൻ, ഗോവിന്ദൻ എന്ന് പറയല്ല. നമ്മെ രമിപ്പിക്കുന്നതാരോ അതാണ്. ഇവിടെ രാമനാണെങ്കിൽ പുല്ലിംഗ രൂപത്തിലാണെങ്കിൽ അത് രാമൻ. നമ്മെ ആകർഷിക്കുന്നത് കൃഷ്ണൻ. വേദവാക്യങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ് ഗോവിന്ദൻ. ഇങ്ങനെ എല്ലാറ്റിനും വിശേഷപ്പെട്ട അർത്ഥം കാണാം. അപ്പോൾ പുരാണം എന്ന് പറഞ്ഞാൽ പഴയത് എന്നൊരർത്ഥമുണ്ട്. ഏറ്റവും പഴമയുള്ളതും പഴക്കമുള്ളത് എന്താ എന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ. അതാണ് ഈ പരമാത്മാ അല്ലെങ്കിൽ പരമേശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം എന്ന് പറയുന്നത്. അജോ നിത്യശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിൽ തേര് കൊണ്ടുപോയി നിർത്തി, ദാ എതിർഭാഗത്തിലുള്ള സൈന്യത്തെ നല്ലപോലെ നോക്കി കണ്ടോളൂ അർജുന. അർജുനൻ ആവശ്യപ്പെട്ടതുപോലെ നല്ല നിരീക്ഷണം നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് കൊണ്ടു നിർത്തിയത് ഭീഷ്മരുടെയും ദ്രോണരുടെയും മുൻപിലാണ്. അപ്പോഴാണ് അർജുനൻ്റെ മനസ്സ് വല്ലാതെ കലങ്ങിമറിഞ്ഞ് സംശയഗ്രസ്തനായി. ഇത്രയും ജനങ്ങൾ കൊന്നൊടുങ്ങാൻ പോകുന്നുണ്ടല്ലോ, ആരും സ്വയം മരിക്കുകയല്ല, മറ്റുള്ളവർ കൊന്നിട്ടാണ് ചാവാൻ പോകുന്നത്. അപ്പോൾ ഇത്രയധികം വലിയ ഒരു ഹത്യ ഇവിടെ നടക്കാൻ പോണു, അതിന് കാരണക്കാരനാവും ഞാൻ എന്ന് വിചാരിച്ച് വലിയ മഹാപാപമാണ് നടക്കാൻ പോണത്. അതോ അഹോ ബദ മഹത്പാപം കർത്തും വ്യവസിതാവയം. വലിയ ഒരു പാപം ചെയ്യാനാണ് നാം പുറപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണ, ഞാനിതിന് തയ്യാറില്ലേ, ഞാൻ അമ്പും വില്ലും താഴത്ത് വയ്ക്കണു, ഈ ഉപേക്ഷിക്കുക, ഈ യുദ്ധം മുഴുവനും ഉപേക്ഷിക്കുക, വേണ്ടി വന്നാൽ ക്ഷത്രിയൻ എന്നുള്ള ആ പദവി തര വിട്ട് ഞാൻ സന്യാസിയാവാൻ പോവാണ്. ബ്രാഹ്മണർക്ക് മാത്രം വിധിച്ചിട്ടുള്ളതാണ് സന്യാസം, ക്ഷത്രിയന്മാർ കൂട്ടിയാൽ കൂടില്ല. അതിന് വീര്യപരാക്രമങ്ങളിൽ സന്തോഷിച്ച് ഉല്ലസിച്ച് അട്ടഹസിച്ച് നടക്കുന്നതായ ക്ഷത്രിയ സംസ്കാരമുണ്ടല്ലോ, അതെല്ലാറ്റിനെയും വിട്ടൊരു സന്യാസ ജീവിതം, പരോപദ്രവം തീരെ ഉള്ളടങ്ങാതെ എന്നാൽ പരോപകാരം ധാരാളം ചെയ്യുന്നതായ സന്യാസ ജീവിതം, മാനിനെ പോലെ ശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതം ക്ഷത്രിയന്മാർക്ക് വിഭാവനം ചെയ്യാൻ പറ്റില്ല. അവരുടെ പ്രകൃതി അതിനെ അനുവദിക്കില്ല. അങ്ങനെ ആണെങ്കിൽ പോലും ഞാൻ ക്ഷത്രിയധർമ്മം ഉപേക്ഷിച്ച് സന്യാസിയായി ഭിക്ഷ യാചിച്ച് കാലക്ഷേപം നിർവഹിച്ചോളാം എന്ന് വരെ അർജുനൻ പറയുണ്ടായി. ആ സമയത്ത് അർജുനനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്, നമ്മുടെ ശരീരം ഒന്നേ ആയുള്ളൂ, അതിന് ദേഹം എന്നാണ് പേര്. ആ ദേഹത്തിൽ പ്രവർത്തിക്കുന്നതും ദേഹത്തെ ഉജ്ജീവിപ്പിക്കുന്നതുമാണ് ദേഹി. ആ ദേഹി ഇല്ലെങ്കിൽ ഈ ദേഹത്തെ ഒന്നിനും കൊള്ളില്ല. ആ ദേഹി എന്താണ്? അജോ നിത്യശാശ്വതോയം പുരാണോ. അത് ജന്മമില്ലാത്തതാണ്, എന്നെന്നും നിലനിൽക്കുന്നതാണ്, ശാശ്വതമാണ്, ഒരുവിധം മാറ്റവും അതിനുണ്ടാവില്ല. പുരാണ, കേട്ടോ, പുരാണ. ആ പുരാണ ശബ്ദം ശ്രീകൃഷ്ണൻ ഉപയോഗിച്ചത് ഭീഷ്മരുടെയും ദ്രോണരുടെയും ശ്രീകൃഷ്ണൻ്റെ സ്വയം തന്നെയും അർജുനൻ്റെയും എല്ലാവരുടെയും ജീവനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ന ഹന്യതേ ഹന്യമാനേ ശരീരേ. ആ പുരാണമായിരിക്കുന്ന നിത്യമായ ശാശ്വതമായ ജന്മമില്ലാത്ത അജന്മാവായ ആ ജീവനുണ്ടല്ലോ, അത് ശരീരം കൊല്ലപ്പെടുമ്പോഴും അതിനൊരിക്കലും മരണം സംഭവിക്കുന്നില്ല എന്ന്. അപ്പോൾ പുരാണ ശബ്ദത്തിന് എന്താ അർത്ഥം? നിങ്ങൾ വിചാരിച്ച മാതിരി വെറും പഴംപുരാണം എന്നാണോ? പുരാണമായിട്ടൊരൊറ്റ വസ്തു മാത്രമേ ഈ ലോകത്തിലുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നവമായി തോന്നിക്കുന്നതാണ്. ഈ നവീനത പ്രകടമാകാൻ വേണ്ടി
ഒരു വിധത്തിലും പരിവർത്തനപ്പെടാതെ അവിനാശിയായി അനശ്വരമായി അണുക്കളിലും പർവ്വതത്തിലും ഭൂമിയിലും പഞ്ചഭൂതങ്ങളിലെല്ലാറ്റിലും തന്നെ പരിലസിക്കുന്നതായ വിശേഷപ്പെട്ട ഒരു ചൈതന്യമുണ്ട്. അതിന് ഒരു കാലത്തും നാശമില്ല. അതാണ് ദ്രഷ്ടാവ്, അതാണ് ദൃക്ക്, അതാണ് പുരാണം എന്ന് പറയുന്നു. അപ്പം നമ്മുടെ പുരാണ തത്വചിന്തകൾ എന്താ വാസ്തവത്തിൽ? പരമാത്മ തത്വചിന്തകളാണ്, പരബ്രഹ്മ തത്വചിന്തകളാണ്, പരമേശ്വര തത്വചിന്തകളാണ്. മനുഷ്യൻ്റെ മനസ്സിനെ നശ്വരമായ ദേഹത്തിൽ നിന്നും ആ ദേഹത്തിലുള്ള ഇന്ദ്രിയങ്ങൾ കാണുന്നതായ പ്രപഞ്ച വസ്തുക്കളിൽ നിന്നും അവയോട് മനസ്സിൽ തോന്നുന്നതായ അഭിലാഷങ്ങളിൽ നിന്നും അവയെ ചൊല്ലി മനസ്സിൽ ധാരാളം ഉടലെടുക്കുന്നതായ സംഘർഷങ്ങളും ആകർഷണങ്ങളും വികർഷണങ്ങളും വ്യാമോഹങ്ങളും അജ്ഞാനവും എല്ലാം തന്നെ നീക്കാൻ വേണ്ടി ഇതാ അനശ്വരമായിരിക്കുന്ന സ്വപ്രകാശമായിരിക്കുന്ന ഒരു തത്വത്തെ വീണ്ടും 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 ഉദ്ബോധിപ്പിക്കുകയാണ്. ആ തത്വം പുറത്തുള്ളതോ അതോ അകത്തുള്ളതോ? ആ തത്വം ദൂരത്തുള്ളതല്ല, ശരീരത്തിനേക്കാൾ സമീപസ്ഥം, മനസ്സിനേക്കാൾ അടുത്തുള്ളത്, ബുദ്ധിയേക്കാൾ അടുത്തുള്ളത്, പരമാത്മസ്വരൂപത്തിൽ ഞാൻ ഞാൻ താൻ താൻ എന്നിങ്ങനെ നാം വ്യപദേശിക്കുന്നുണ്ടല്ലോ, സൂചിപ്പിക്കുന്നുണ്ടല്ലോ, കുറിക്കുന്നുണ്ടല്ലോ. അതാണ് ഈ പരമാത്മതത്വം. അപ്പം അത് ദൂരത്തുള്ളതോ അടുത്തുള്ളതോ? അടുത്തുള്ളതാണത്. അത് പുരാണമായി നിങ്ങൾ മനസ്സിലാക്കൂ, അനശ്വരമായി നിങ്ങൾ മനസ്സിലാക്കൂ. അതിന് ഒരു കാലത്തും നാശമില്ല എന്ന് മനസ്സിലാക്കൂ. അപ്പം ഈ പുരാണ തത്വചിന്തകൾ എപ്പോഴും ഈ അനശ്വരമായ ആത്മതത്വത്തെ പ്രതിപാദിക്കുന്നതും ഉദ്ബോധിപ്പിക്കുന്നതുമാണ് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അത് ഒരിക്കൽ കേട്ടതുകൊണ്ടായില്ല, അനവധി തവണ കേൾക്കണം. കേൾക്കാനുള്ള അവസരം വളരെ ചുരുക്കമാണ്. ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ടഃ. ശരിയായിട്ടുള്ള പുരാണം, ആ പുരാണ തത്വങ്ങൾ പറഞ്ഞു കേൾക്കാൻ വളരെ വളരെ ചുരുക്കമായിട്ടേ മനുഷ്യർക്ക് ഭാഗ്യമോ സന്ദർഭമോ കിട്ടുള്ളൂ. അത് കേൾക്കാൻ അവസരം കിട്ടണ്ടേ? വല്ലവരും പറയുമ്പോഴല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുരാണ തത്വത്തെ, പരമാത്മതത്വത്തെ അതിൻ്റെ തന്നെ മാഹാത്മ്യത്തിലും അതിൻ്റെ തന്നെ പ്രൗഢിയിലും അതിൻ്റെ തന്നെ ആന്തരമായിരിക്കുന്ന ആ നിലയിലും പ്രകാശിപ്പിച്ചു കൊടുക്കാനുള്ളവർ അനുഭവസിദ്ധരായിരിക്കുന്ന തത്വജ്ഞർക്കേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ കുറഞ്ഞതുകൊണ്ട് ഈ കാര്യത്തിലുള്ള തത്വപ്രവചനം വളരെ കുറവാണ്. അതുകൊണ്ട് ശ്രവണായാപി ബഹുഭിർയോ ന ലഭ്യഃ, കേൾക്കാനായി പലർക്കും സാധിച്ചു, അവസരം കിട്ടിയെന്ന് വരില്ല. കേട്ടാലോ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ, കേട്ടാലും പെട്ടെന്നത് മനസ്സിലാവൂല. അങ്ങനെ ഇരിക്കെ ആശ്ചര്യോ വക്ത, ഇതിനെപ്പറ്റി ആരെങ്കിലും കാര്യക്ഷമമായി ശ്രോതാക്കളെ ഉദ്ബോധിപ്പിക്കണം, അവരുടെ മനസ്സിൽ ഉണർവുണ്ടാക്കണം. അവർക്കിതിൽ താത്പര്യം, ശ്രദ്ധ, സ്നേഹം, പ്രതിപത്തി, താതാത്മ്യം, ഒരു തരത്തിലുള്ള മമത തന്നെ ജനിപ്പിക്കണം എന്ന് വിചാരിച്ച് നിർബന്ധ ബുദ്ധിയോടുകൂടി ശാസ്ത്രങ്ങൾ അവതരിപ്പിക്കുന്ന ആൾക്കാർ വളരെ കുറയും. കുശലോസ്യ ലബ്ധ, അങ്ങനെ പറയുന്നത് കേൾക്കാൻ ആർക്കെങ്കിലും സാധിച്ചാൽ ആ ശ്രോതാവ് വളരെ ആശ്ചര്യവാനാണ്, അപൂർവവാനാണ്. അങ്ങനെയുള്ള അപൂർവ ശ്രോതു സദസ്സാണ് നമുക്കിവിടെ ഉള്ളത്. ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട, അങ്ങനെ വേണ്ടതുപോലെ ഒരു പ്രവക്താവ് പറഞ്ഞ് വേണ്ടതുപോലെ ഒരു ശ്രോതാവ് കേട്ട് അത് പിന്തുടർന്ന് അനുധാവനം ചെയ്ത് തൻ്റെ അനുഭവത്തിൽ കൊണ്ടുവന്ന് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി എനിക്ക് ദീക്ഷ വേണം, ഉപദേശം വേണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ദീക്ഷ മേടിച്ച് ബാക്കി മനനം ഒരു ഭാഗത്ത്, ധ്യാനം വേറെ ഒരു ഭാഗത്ത്, ആവശ്യത്തിനൊത്ത് ശാസ്ത്രപഠനം ഇതെല്ലാം നടത്തി ഈ സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം, ഈശ്വര ദർശനം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ അപൂർവമാണ്. അതിനാൽ ആശ്ചര്യമാണ്, ആശ്ചര്യവാനാണ് അങ്ങനെ ഒരു വ്യക്തി, വളരെ അനുഗ്രഹീതനാണ് എന്ന് പറയുന്നു. ഇത് കഠോപനിഷത്തിലെ ഒരു ശ്ലോകമാണ്. അങ്ങനെയുള്ള പുരാണ തത്വങ്ങൾ പുരാണ രൂപത്തിൽ, തത്വകഥന രൂപത്തിൽ പ്രയോഗിക്കാനും ശ്രവണ രൂപത്തിൽ കേൾക്കാനും ഇതെപ്പോഴാണ് തുടങ്ങിയതെന്നറിയോ? എൻ്റെ അഭിപ്രായത്തിൽ വേദകാലം മുതൽക്ക് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സംസ്കാരവും ഒരു പരിശീലനവുമാണിത്. അതിനെന്താണ് കാരണം എന്ന് ചോദിച്ചാലോ, നമ്മുടെ വേദങ്ങളിൽ ആദ്യമായി സ്തുതികളുണ്ട്. നിത്യസഞ്ചാരിയായി ഒരു തരത്തിലും കോട്ടം വരാതെ സഞ്ചരിക്കുന്നതായ നിത്യസഞ്ചാരിയായ
ഒരാളുണ്ട് അവിടെ. ആരാ? സൂര്യൻ. പ്രഭാതത്തിൽ ഉദിച്ചു, വൈകുന്നേരമാകുമ്പോൾ അസ്തമിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണു, ഇങ്ങോട്ട് നീങ്ങണു എന്നതിൽ കവിഞ്ഞ് ഒരു വ്യത്യാസവുമില്ല. വലിയ വ്യവസ്ഥയോട് കൂടിയ ഈ സൂര്യനെ മാതിരിയുള്ള ഒരു വ്യവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നാം അനുസരിക്കും, അല്ലെങ്കിൽ അനുവർത്തിക്കും, പ്രായോഗികമാക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെ ജീവിതവും വളരെ വളരെ സഫലമാകും, കാര്യക്ഷമമാകും, ഫലപ്രദമാകും. ആദ്യമായി അവർ സ്തുതിക്കാൻ തുടങ്ങിയത് സൂര്യനെയാണ്. അങ്ങനെ ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ എന്നിങ്ങനെ പല ദേവതകളെയും സ്തുതിച്ചു. അതുകൊണ്ട് തൃപ്തിപ്പെട്ടില്ല. ഈ സ്തുതി മാത്രം പോരാ, എന്തെങ്കിലും അഗ്നികർമ്മങ്ങൾ വേണം എന്ന് വിചാരിച്ച് അഗ്നിഹോത്രത്തിൽ നിന്ന് തുടങ്ങി പലവിധ യജ്ഞയാഗങ്ങൾ വരെ വർദ്ധിച്ച് അങ്ങനെ കർമ്മകാണ്ഡം എന്ന് പറയുന്ന ഒരു കാണ്ഡമുണ്ട്. അത് അഗ്നി ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് തുടങ്ങുന്നതാണ്. അത് വളരെയധികം പണം ചെലവ് ചെയ്ത് കഷ്ടപ്പെട്ട് അങ്ങനെ കർമ്മങ്ങളൊക്കെ നടത്താൻ ധാരാളം അറിവും പരിചയവും വേണം. മന്ത്രങ്ങൾ ധാരാളം ഉച്ചരിക്കാൻ സാധിക്കണം. ആ മന്ത്രോച്ചാരണം എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല. ഒരു വേദം പഠിക്കണമെങ്കിൽ 10 കൊല്ലം സുമാർ 4 മണിക്കൂർ 5 മണിക്കൂർ വീതം പഠിച്ചാലേ ഒരു വേദം പൂർണ്ണമായി ഗ്രഹിക്കാനോ പഠിക്കാനോ ഉച്ചരിക്കാനോ സാധിക്കുള്ളൂ. അങ്ങനെ 4 വേദമുണ്ട്. ഈ 4 വേദം പഠിച്ചവരെയാണ് ചതുർവേദി എന്ന് പറയുന്നത്. അതുമാതിരി ത്രിവേദി, ദ്വിവേദി ഉണ്ട്. ഏകവേദി എന്ന് കേട്ടിട്ടുമില്ല. ഇങ്ങനെ 4 തരത്തിലുള്ള വേദികളവിടെ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അത് സാധാരണക്കാർക്ക് ഇങ്ങനെ വേദം പഠിക്കാനും ചൊല്ലാനും ചതുർവേദിയോ ത്രിവേദിയോ ദ്വിവേദിയോ ഒക്കെ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് വിഷമാണ്. ഇനി വേറെ ഒരു ഭാഗമുണ്ട്, ജ്ഞാനകാണ്ഡം. അതാണ് ഉപനിഷത്ത്. അതിൽ നിന്നൊരു ശ്ലോകമാണ് ഞാൻ നിങ്ങളോട് ചൊല്ലിയത്. അവിടെ പ്രതിപാദിക്കുന്നത് മുഴുവനും അതിസൂക്ഷ്മമായിരിക്കുന്ന മനസ്സാക്ഷി രൂപത്തിൽ, ഉണർവ് രൂപത്തിൽ, ചേതനാരൂപത്തിൽ നമ്മുടെ ശരീരത്തെ ഉജ്ജീവിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതുമായ പരമാത്മാവിനെയാണ്. ആ പരമാത്മാവിനെ ചോദ്യങ്ങൾ ഉന്നയിച്ച് അന്വേഷണങ്ങൾ തൊടുത്തുവിട്ട് ആ അന്വേഷണങ്ങളുടെ പിന്നാലെ അനുധാവനം ചെയ്ത് അവസാനം മനനം ചെയ്ത് ധ്യാനം ചെയ്ത് സാക്ഷാത്കരിക്കുന്ന ഒരു സമ്പ്രദായം. അത് ഇതിലും ഒരു തരത്തിൽ അപൂർവ. അപ്പോൾ ഈ വേദങ്ങളൊക്കെ എഴുതി വേദാനുഷ്ഠാനങ്ങളൊക്കെ വേണ്ടതുപോലെ വിവരിച്ചു. അതിൽ കർമ്മകാണ്ഡവും വിവരിച്ചു, ജ്ഞാനകാണ്ഡവും വിവരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ടും വേദകർത്താക്കൾക്ക് എന്തു തോന്നി? വിശാലമായി സങ്കീർണമായിരിക്കുന്ന മനുഷ്യ സമാജത്തിന് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ തരത്തിലായില്ല ഈ വേദത്തിലുള്ള കർമ്മനിഷ്ഠയും ജ്ഞാനനിഷ്ഠയും. കേൾക്കുന്നുണ്ടോ? ഈ 2 നിഷ്ഠയും ഒരു 10,000 പേരുണ്ടെങ്കിൽ ആ 10,000-ൽ ഒരു 50 പേർക്ക് ഇതെന്തെങ്കിലും പ്രയോജനപ്പെടുള്ളൂ. ബാക്കി 9,950 പേരും വേദബാഹ്യരായി തീരുന്നു. അപ്പം അങ്ങനെ ഒരു വേദം ഉണ്ടായിട്ട് എന്താ കാര്യം? വേദം വാസ്തവത്തിൽ മനുഷ്യരാശിയുടെ അമ്മയാണ്. ശ്രുതികളെ അമ്മയാണെന്നാണ് പറയുക. അമ്മയാണെങ്കിൽ എല്ലാം അമ്മയുടെ മക്കളാണ്. അപ്പോൾ എല്ലാം തൻ്റെ മക്കളായിരിക്കെ അതിൽ 10,000-ൽ 50 പേർക്ക് മാത്രമേ ഉപയോഗപ്പെടൂ എന്ന് പറഞ്ഞാൽ ഈ വേദം കൊണ്ട് എന്താണ് പ്രയോജനം? അപ്പോൾ അവർ ആലോചിച്ചു, ഒരു കാര്യം ചെയ്യുക, ഈ കർമ്മനിഷ്ഠ വേണ്ടതുപോലെ ഒരു ഉപനയനം കഴിച്ച് വേദാധ്യയനം തുടങ്ങി അത് മുഴുവനും പഠിക്കുക, അഗ്നികർമ്മങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങുക. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് അത് ഉപേക്ഷിച്ച് സന്യസിക്കുക, തത്വമനനവും ധ്യാനവുമായിട്ട് കൂടുക. ഇതെല്ലാവർക്കും സാധിക്കുന്നതല്ല. അപ്പോൾ പിന്നെ എന്തു വേണം? ഒരു കാര്യം ചെയ്യുക, നമുക്ക് ഈ വേദവേദാന്ത തത്വങ്ങൾ മുഴുവനും കഥാരൂപത്തിലും വൃത്താന്ത രൂപത്തിലും സംഭവ രൂപത്തിലും പലതരത്തിലുള്ള അവതരണങ്ങളിലൂടെ മനുഷ്യർക്ക് കേൾക്കാൻ പറ്റിയ തരത്തിൽ കാവ്യരൂപത്തിൽ രചിക്കാം എന്ന് പറഞ്ഞ് സ്ഥലം, സംഭവം, വ്യക്തി എന്ന് തുടങ്ങി പല കാര്യങ്ങളും തൂണുകളിലായി കെട്ടിയുണ്ടാക്കി അവർ ഒരു പുരാണ സൗധം തന്നെ ഉണ്ടായി. ഒന്നല്ല, ഒന്നിലധികം സൗധങ്ങൾ. എല്ലാവർക്കും വന്ന് കയറി പാർക്കാൻ പറ്റിയിട്ടുള്ള പുരാണ സൗധങ്ങൾ രചിച്ചു. ആ പുരാണ സൗധങ്ങളിൽ പറയുന്നത് മുഴുവനും ഈ വേദാന്തത്തിലും വേദത്തിലും പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ, വേറെ ഒന്നിലുമില്ല. പ്രത്യേകിച്ചും വേദാന്തത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അതിന് പൊടിപ്പും തൊങ്ങലും വെച്ച് കേൾക്കാൻ ആകർഷണങ്ങൾ കൂട്ടി കഥകളും വൃത്താന്തങ്ങളുമെല്ലാമായി എല്ലാവരുടെ മനസ്സിനും എല്ലാവരുടെ പ്രവൃത്തിക്കും ചേരുന്നതും സമഞ്ജസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉദാഹരണ രൂപത്തിൽ, ദൃഷ്ടാന്ത രൂപത്തിൽ പ്രതിപാദിക്കാൻ തുടങ്ങി. അപ്പോൾ വേദകാലം മുതൽക്ക് പ്രതിപാദിക്കാൻ തുടങ്ങിയതാ. ആ പ്രതിപാദിക്കുമ്പോൾ എന്താണ് ഒരു വിശേഷം? അത് വന്നിരുന്ന് കേൾക്കുന്നവർക്ക് ഒരു ചുമതലയില്ല. എന്ത്? അവർക്ക് അഗ്നികർമ്മങ്ങളൊന്നും ചെയ്യണ്ട, പൂണൂലിടേണ്ട ആവശ്യമില്ല, വേദം പഠിക്കേണ്ട ആവശ്യമില്ല, വേദാന്തത്തിൽ പറഞ്ഞ തത്വവിചാരത്തിൻ്റെ പിന്നാലെയും പോകേണ്ട ആവശ്യമില്ല.
പ്രവക്താക്കളൊക്കെ പറയണത് അങ്ങനെ കണ്ണും കാതും കൊടുത്ത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഭഗവത്ഗീതയിൽ പറയുന്നു, ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. 3 വിധത്തിലുള്ള മാർഗങ്ങളാണ്. ധ്യാനം കൊണ്ടാണ് ചിലർ അന്തരാത്മാവിനെ സ്വയം അന്തരംഗത്തിൽ ദർശിക്കുന്നു. എന്താ ഞാൻ പറഞ്ഞത്? അന്തരാത്മാവിനെ അന്തരംഗത്തിൽ അനുഭവിക്കണു. ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് എന്തിനാ? നമ്മുടെ അന്തരംഗത്തിൽ ചിന്തകൾ നാം അനുഭവിക്കുന്നുണ്ട്, വികാരങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്, ഭാവങ്ങൾ നാം അനുഭവിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ ഈ ഭാഷ? നമ്മുടെ ഉള്ളിൽ ചിന്തകൾ പൊട്ടി വിരിയണു, വികാരങ്ങൾ ഉണ്ടാവണു, വിവിധ ഭാവങ്ങൾ ഉണ്ടാവണു, സംശയങ്ങൾ, ചോദ്യങ്ങൾ, അറിവ്, ഉണർവ്, മറവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അന്തരംഗത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെ തൊടുത്തുവിടുന്ന അന്തരാത്മാവിനെയോ അനുഭവിക്കുന്നുണ്ടോ? എന്തേ? അതെന്താ? അത് ഒരു മുറിയിൽ ഒരു ബൾബ് ഇട്ട് കഴിഞ്ഞാൽ ആ ബൾബ് ഇട്ട ഉടനെ പ്രകാശം ധാരാളം കാണുന്നുണ്ട്. ഈ പ്രകാശം എവിടുന്നാ വരണേ എന്ന് നോക്കിയാൽ ആ സ്വിച്ച് ഇടുമ്പോൾ പെട്ടെന്ന് ഒരു ബൾബ് അങ്ങോട്ട് പ്രകാശിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ പ്രകാശിക്കുന്നത് ബൾബാണ്. അതുകൊണ്ടാണ് മുറി മുഴുവനും പ്രകാശിതമാകുന്നത്. ആ ബൾബിലോ വിദ്യുത് ശക്തിയുണ്ട്. അത് ഞാൻ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ സർക്കുലേറ്റ് ചെയ്യാൻ, ഭ്രമണം ചെയ്യാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കണില്ലേ? അതേമാതിരി നമ്മുടെ ഉള്ളിൽ അന്തരംഗത്തിൽ ചിന്തകൾ നാം അറിയുന്നുണ്ടെങ്കിൽ, വികാരങ്ങൾ നാം അറിയുന്നുണ്ടെങ്കിൽ, സംശയങ്ങളും അന്വേഷണങ്ങളും അറിവും നാം ഉണരുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം തൊടുത്തുവിടുന്ന, പ്രകാശം തൊടുത്തുവിടുന്ന വിദ്യുത് ശക്തിയെ അറിയുന്നത് പോലെ അതിൻ്റെ ഉറവിടമായ പരമാത്മാവിനെയും അറിയേണ്ടേ? എന്തുകൊണ്ടറിയുന്നില്ല? എന്തുകൊണ്ട്? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? കണ്ണില്ലേ? ചെവിയില്ലേ? വായിച്ചൂടെ? കേട്ടൂടെ? ചിന്തിച്ചൂടെ? വിചാരം ചെയ്തൂടെ? എന്തുകൊണ്ട് പറ്റുന്നില്ല? അപ്പം എല്ലാവർക്കും അത് സാധിക്കുന്നില്ല. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന. വേറെ ചിലരോ പെട്ടെന്നിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണു? ഈ ധ്യാന വിഷയത്തിന് പകരം കൂലങ്കഷമായി ചിന്തിക്കുന്നതും മനുഷ്യരെ ഇങ്ങനെ ഉദ്ദീപിപ്പിക്കുന്നതുമായ യുക്തിസഹമായിരിക്കുന്ന പല ചർച്ചകളും വിചാരങ്ങളും, അതിനാണ് സാഖ്യം എന്ന് പറയുക. അത് മുഴുവനും ബുദ്ധിക്കുള്ള കസറത്താണ്. ആ ബുദ്ധിക്കുള്ളൊരു വ്യായാമമാണ്. ആ തത്വവിചാരത്തിലൂടെ, അതാണ് ഗീതയിൽ 2ാമത്തത് സാഖ്യയോഗം എന്ന് പേര് പറഞ്ഞത്, പരമാത്മാവിനെക്കുറിച്ചുള്ള വിവരണം. അതുകൊണ്ട് പരിശ്രമിക്കുന്നു. പിന്നെയുള്ളവരോ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. താൻ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും കർമ്മയോഗം, അതിലാ യോഗം എന്ന് പറയുന്ന മനസ്സംസ്കരണം, പവിത്രീകരണം, ആ മനസ്സാമ്യത എല്ലാ പ്രവൃത്തികളിലും തൊടുത്തുവിട്ട് ആ കർമ്മയോഗത്തിലൂടെ അവർ പരിശ്രമിക്കുന്നു. ഇത് 3ഉം സാധിക്കാത്തവരാണ് പലരും. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ ഭൂരിഭാഗം അങ്ങനെയുള്ളവരാ. ഇത് 3ഉം പറ്റാത്തവർ. ആ 3ഉം പറ്റാത്തവർക്കുള്ള വഴി എന്താ? അന്യേ ത്വേവമജാനന്തോ ശ്രുത്വാന്യേഭ്യ ഉപാസതേ തേഭി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. ഇതിലൊന്നും പെടാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളുണ്ടല്ലോ. ഞങ്ങൾക്കിതൊന്നും പറ്റണില്ല, പക്ഷേ ഞങ്ങൾ പരമാവധി ഒരു കാര്യം ചെയ്യാം. നൈമിഷാരണ്യത്തിൽ ജ്ഞാനമഹോത്സവം എന്നുള്ള പേരിൽ ഒരു ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം, തത്വപ്രവചന പരമ്പര നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ അവിടെ വന്നിരുന്ന് കേട്ടോളാം. ആ കേൾക്കുന്നതാണ് ഞങ്ങളുടെ നിഷ്ഠ. ഞങ്ങളോട് ധ്യാനിക്കാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റിയെന്ന് വരില്ല. സാഖ്യയോഗം മുഴുവനും വിചാര കുശലത കൊണ്ട് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതും സാധിക്കില്ല. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ അതും ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കൊക്കെയുള്ള മനസ്ഥിതി ഇല്ല, ബുദ്ധിയില്ല ഞങ്ങൾക്ക്. പക്ഷേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇരിപ്പിലിരുന്ന് കേൾക്കാം. അത്യാവശ്യമേ പുറത്തു പോവുള്ളൂ. ഇനിയിപ്പോൾ അതിന് അന്നദാനവും സൗകര്യങ്ങളും ഉണ്ടെങ്കിലോ എന്നാൽ ഈ സത്രശാല വിട്ട് പോണേ ഇല്ല, ഇവിടെ തന്നെ ഇരുന്ന് കളയാം എന്ന് പറയുന്ന കുറേ കൂട്ടരുണ്ട്. ശ്രുത്വാന്യേഭ്യ ഉപാസതേ. കേൾക്കുന്നുണ്ടോ? ബാക്കിയുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഉപാസിക്കുന്നു. ആ ശ്രവണമാണ് അവരുടെ ഉപാസന. തുടക്കത്തിൽ ആ ശ്രവണോപാസന ചെയ്യുന്ന കൂട്ടരുണ്ടല്ലോ, തേഭിചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാഃ. ആ ശ്രവണം തന്നെ ഒരു നിഷ്ഠയായി നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ പല പ്രവക്താക്കളും പലതരത്തിലും. ഇപ്പോൾ ഇവിടെ സാധാരണ ഒരു സപ്താഹം നടക്കുമ്പോൾ ഒരാളാണ് ആ സപ്താഹത്തിൽ സംസാരിക്കുക. ഇവിടെ 30 പ്രവക്താക്കളാണ് നമ്മളിവിടെ വന്ന് അഭിസംബോധന ചെയ്യുന്നത് നമ്മെ.
അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗവും ഓരോ വീക്ഷണവും നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു വിഷമവുമില്ല, ഉണ്ടെങ്കിൽ തന്നെ അവർക്കേ വിഷമമുള്ളൂ. അവർ വന്ന് പറയണു നല്ലോണം പോലെ പറയുകയാണെങ്കിൽ അവർക്കും സന്തോഷമായിരിക്കും. അങ്ങനെ അത് കേട്ട് മനസ്സിലാക്കുക എന്നുള്ള ഒരു വ്രതത്തിലിരുന്ന് അവരും മൃത്യും ശ്രുതിപരായണാഹ അതിതരന്തി, അവരും ഈ മരണം എന്ന് പറയുന്ന ദശ, നാശം, നശ്വരത എന്നുള്ള ദശയെ അവർ അതിക്രമിക്കണമെന്ന്. അങ്ങനെയുള്ള ഒരു ഉദ്ദേശമാണ് ഈ പുരാണ കഥനത്തിനും പുരാണ ശ്രവണത്തിനും. മനസ്സിലായോ നിങ്ങൾക്ക്? അത് കേട്ടാൽ മാത്രം മതി. ആ കേൾക്കുന്നതിൽ നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ സംഗതികളും അവിടെ വന്നുകൊള്ളും. ഇനി ഒരു കാര്യം നിങ്ങളോട് ഞാൻ പറയണം എന്ന് ഉദ്ദേശിക്കുന്നത്, ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കില്ലേ എല്ലാവരും? ഈ കേൾക്കാൻ വാസ്തവത്തിൽ ഒന്നും വേണ്ട, ചെവി ഉണ്ടല്ലോ, തന്നെ ശബ്ദം പുറപ്പെടുമ്പോൾ വന്ന് കേട്ടോളും. അത് കേൾക്കുമ്പോൾ ഗ്രഹിക്കാനുള്ള ഒരു ഉദ്ദേശവും കൂടി നിങ്ങൾക്ക് വേണം. അതാണ് ഈ ശ്രദ്ധിച്ച് കേൾക്കുക എന്ന് പറയുന്നത്. ശ്രദ്ധാനുസാരിണീ വിദ്യ, ശ്രദ്ധിക്കുന്നവരുടെ കൂടെയാണ് വിദ്യ എപ്പോഴും പോവുക. ശ്രദ്ധയാണ് വിദ്യയെ കൊണ്ടുവരുന്നത്. എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട് ആലോചിച്ച് ശ്രദ്ധയോടുകൂടി നോക്കിയാൽ തനിയെ ഈ ശ്രദ്ധിക്കുന്നത് മുഴുവൻ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു തുടങ്ങും. ഒരു വിഷമവും ഇല്ല. ഇതാണ് ഇതിൻ്റെ സത്യം. ഈ പ്രഹ്ലാദനെ ഹിരണ്യകശിപു നേരിട്ടു, കൊല്ലാൻ നോക്കി, പല വിധത്തിലുള്ള മാർഗങ്ങൾ പ്രയോഗിച്ചു. ഒന്നിനും ഒരു ഫലവുമില്ലാതെയായി, എല്ലാം നിഷ്ഫലമായി. അവസാനം മകനോട് ചോദിച്ചു, നിനക്ക് ശക്തി എവിടുന്നാ കിട്ടണത് എന്നെ ധിക്കരിക്കാൻ? അപ്പോൾ ശ്രീഹരിയാണ് എൻ്റെ ശക്തി, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും എന്ന് പറഞ്ഞു. അങ്ങയ്ക്കും അത് തന്നെ. കോപം അധികമായി. എവിടെയാ നിൻ്റെ ഹരി? എല്ലായിടത്തുമുണ്ട്. എന്നാൽ ഈ തൂണിലുണ്ടോ? ഉണ്ട്. അവിടുന്ന് ചാടി ഇറങ്ങി ഇടിച്ചു. ഇടിച്ചപ്പോൾ നരസിംഹം അവിടുന്ന് പുറപ്പെട്ടു. ഈ പുറപ്പെട്ടതിന് നിങ്ങൾ എവിടെയാണ് സ്തുതിക്കുക? എവിടെയാണ് നോക്കുക? അയ്യോ, ദൈവം അവതരിച്ചു ഹാ എന്നാണ് പറയുക. എൻ്റെ പൊന്നു ശ്രോതാക്കളെ, നിങ്ങൾ ഒരു വ്യത്യാസം വരുത്തണം നിങ്ങളുടെ ചിന്തയിൽ. എന്താണത്? എന്താ ആ വ്യത്യാസം? പറയട്ടെ, എൻ്റെ കൂടെ വരുമോ? എന്താ എല്ലാവരും മിണ്ടാത്തെ? ഇവിടെ ചോദിച്ചത് ഹിരണ്യകശിപുവാണ്. ആരോടാ ചോദിച്ചത്? പ്രഹ്ലാദനോട്. മറുപടി പറഞ്ഞതോ പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ പറഞ്ഞ മറുപടിയിൽ 2 ഭാഗങ്ങളുണ്ട്. എന്താണത്? ആ പറയുന്ന വക്താവ് ഒരാൾ, പറഞ്ഞ വാക്യം വേറെ ഒന്ന്. ഒരു ഭാഗത്ത് ഹിരണ്യകശിപുവിൻ്റെ മനസ്സ്, അല്ലെങ്കിൽ ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിലുള്ള ഉണർവ്, ആ ജീവനാണ് എന്താണ് നിനക്ക് ശക്തി എന്ന് ചോദിച്ചത്. ആ അന്വേഷണം ഹിരണ്യകശിപുവിൽ നിന്നാണ് പുറപ്പെട്ടത്. അല്ലേ? ആ അന്വേഷണത്തിന് മറുപടി പറഞ്ഞതോ മകൻ പ്രഹ്ലാദനാണ് മറുപടി പറഞ്ഞത്. എൻ്റെ ശക്തി ശ്രീഹരി. ആ ശക്തി എല്ലായിടത്തും ഉണ്ടോ? ഉണ്ട്. എന്നാൽ ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടി പറഞ്ഞതാരാ? പ്രഹ്ലാദൻ ഉണ്ട് എന്ന്. അപ്പം അതിനെ തുടർന്നുണ്ടായ പരിണാമം വാസ്തവത്തിൽ പ്രഹ്ലാദൻ്റെ മറുപടിയിൽ നിന്ന് വന്നതാ. മനസ്സിലാവണില്ല എന്നാണ് തോന്നുന്നത്. പലപ്പോഴും നമുക്ക് അദൃശ്യമായ അവതാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഈ അവതാരങ്ങൾ ഒരിക്കലും വെറുതെ ഉണ്ടാവാറില്ല. എത്രയോ ആടുകളെ കൊല്ലുന്നുണ്ട്, കശാപ്പ് ചെയ്യുന്നുണ്ട്. ഒരാടിനെ രക്ഷിക്കാൻ ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? എന്താ മിണ്ടാതെ? എത്ര കോഴികളെയാണ് വളർത്തിക്കൊല്ലുന്നത്? അവിടെയൊക്കെ രക്ഷിക്കാൻ ഒരു ഈശ്വരൻ വരുന്നുണ്ടോ? എന്താ ഈ പ്രഹ്ലാദൻ്റെ വാക്കിനെ തുടർന്ന് അവിടെ നരഹരി പ്രത്യക്ഷപ്പെട്ടത്? അപ്പം ആ നരഹരിയുടെ പ്രത്യക്ഷ പ്രകടനം പ്രഹ്ലാദനിൽ നിന്ന് ഉദ്ഭവിച്ചതോ വേറെ എവിടുന്നെങ്കിലോ? മിണ്ടണില്ല, കണ്ടില്ലേ? ഒരു സുഖമില്ല പറയാൻ. ഇവിടെ നടന്നത് 2 പേര് തമ്മിലുള്ള വാദപ്രതിവാദമാണ്, ചോദ്യോത്തരങ്ങളാണ്. നമ്മുടെ സ്വപ്ന ലോകം മുഴുവനും ഉണ്ടാവണു. ആ സ്വപ്ന ലോകം ഉണ്ടാക്കുന്നത് ആരാ? നമ്മുടെ മനസ്സല്ലേ? ഉറങ്ങിക്കിടക്കുമ്പോൾ മനസ്സ് മാത്രമേ ഉള്ളൂ. ആ മനസ്സും കൂടി പോയി പെട്ടെന്ന് ആ മനസ്സ് പൊട്ടിവിരിഞ്ഞ് പുതിയതായ ഒരു ലോകം പഞ്ചഭൂതങ്ങളോടുകൂടി, ആ ലോകസൃഷ്ടിക്ക് വേണ്ടി ഒരു ഈശ്വരൻ വേണമെങ്കിൽ മനസ്സാ ഈശ്വരനെയും രചിച്ച് ആ ഈശ്വരനിലൂടെയാണ് ഈ സ്വപ്ന സൃഷ്ടി പ്രപഞ്ചം മുഴുവനും ഉണ്ടാക്കുന്നത്. ആ മനസ്സ് സ്വതവേ സൂക്ഷ്മമാണ്. അത് ദ്രവ്യമല്ല, ഊർജമല്ല. പക്ഷേ സ്വപ്ന പ്രപഞ്ചത്തിലുള്ള ദ്രവ്യത്തെയും ഊർജത്തെയും മനസ്സ് സൃഷ്ടിക്കണില്ലേ? അപ്പം മനസ്സിന് സൃഷ്ടിശക്തി ഉണ്ടോ? അപ്പോൾ സ്വപ്നലോകം മുഴുവനും സൃഷ്ടിക്കുന്ന മനസ്സിന് ഇവിടെ ഒരു നരഹരിയെയും സൃഷ്ടിച്ചൂടെ?
നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ല എൻ്റെ കൂട്ടരെ, ഞാൻ എന്താ ചെയ്യുക? അവനവനിൽ വിശ്വാസമില്ലാത്തവരാണ് നിങ്ങൾ. ഈശ്വരൻ എന്നുള്ള വാക്ക് പുറപ്പെട്ടത് മനുഷ്യമുഖത്തിൽ നിന്നാണ്. അത് മനുഷ്യൻ്റെ സങ്കല്പത്തിൽ നിന്നാണ് വന്നത്. ആ ഈശ്വരനെ വിവരിക്കുന്നത് മനുഷ്യൻ തന്നെ വേണം, മനുഷ്യൻ്റെ മനസ്സ് തന്നെ വേണം. അക്ഷരമാല നാം രചിച്ചതാണ്. ഇന്നും അക്ഷരമാല ഇല്ലാത്ത ചില ഭാഷകൾ ലോകത്തിലുണ്ട്. അപ്പം നമ്മുടെ ആൽഫബറ്റ് അക്ഷരമാല നാം രചിച്ചതാണ്. അക്ഷരമാല ഉപയോഗിച്ച് രചിക്കുന്ന പദങ്ങൾ നമ്മുടെ പദരചനയാണ്. അതുമാതിരി ഈശ്വരൻ എന്നതും നമ്മുടെ സങ്കല്പമാണ്. ആ ഈശ്വരനെക്കുറിച്ച് ആണയിട്ടതാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ്റെ മനസ്സിന് അതിനുള്ള ഉജ്ജ്വലത, അതിനുള്ള ഉദാത്തത, അതിനുള്ള സാമർഥ്യം പർവ്വതത്തെപ്പോലെ, സമുദ്രത്തെപ്പോലെ, ആകാശത്തെപ്പോലെയുള്ള ഒരു വിശ്വാസം പ്രഹ്ലാദൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ വിശ്വാസം അങ്ങനെ പ്രകടമാക്കിയപ്പോഴാണ് ഈശ്വരൻ നമുക്ക് വിശ്വാസപാത്രമാകാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈശ്വരൻ നമ്മുടെ വിശ്വാസത്തിന് പാത്രമാകാം. ആ വിശ്വാസത്തിന് പാത്രമാകുന്ന ഈശ്വരനോ മുമ്പ്, അതോ ആ വിശ്വസിക്കുന്ന മനസ്സോ മുമ്പ്? മലയാളം ഞാൻ സംസാരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെയാണ്. ആ മനസ്സിനെ വിശ്വസിക്കാം, വിശ്വസിക്കാതെയും ഇരിക്കാം. അപ്പോൾ വിശ്വാസം എൻ്റെ മനസ്സൃഷ്ടിയല്ലേ? അവിശ്വാസവും എൻ്റെ മനസ്സൃഷ്ടിയാണല്ലോ. അപ്പോൾ ആ വിശ്വസിക്കുന്ന സാധനം ഉണ്ടെന്ന് വരാം, ഇല്ലെന്ന് വരാം. പക്ഷേ വിശ്വാസം ഏത് മനസ്സിൽ നിന്ന് പുറപ്പെടുന്നുവോ ആ മനസ്സവിടെയുണ്ടോ? അതിനെപ്പോഴെങ്കിലും അത് വിശ്വാസത്തിന് വിധേയമല്ലല്ലോ. എനിക്കൊരു മനസ്സുണ്ട് എന്നുള്ളത് വിശ്വാസത്തിൻ്റെ മുകളിൽ പറയണോ അതോ അനുഭവത്തിൻ്റെ മുകളിൽ പറയുന്നുവോ? അപ്പം ഇവിടെയാണ് ദൃശ്യത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ ദൃക്കിലേക്കോ ദ്രഷ്ടാവിലേക്കോ പോകുന്നത്. എൻ്റെ ഭാഷ മനസ്സിലായോ? ദൃശ്യം, ദ്രഷ്ട, ദൃക്. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്, കാണേണ്ടത്. ദ്രഷ്ട എന്ന് പറഞ്ഞാൽ കാണുന്നവൻ. അപ്പം ദ്രഷ്ടാവാണോ പരമസത്യം, അതോ ദൃശ്യമോ? സ്വപ്നം എന്ന് പറയുന്നത് മനസ്സിൻ്റെ രചനയാണ്. ആ രചന ഇല്ലാതായി പോകുമ്പോഴും അതിനെ രചിച്ച മനസ്സ് ഇല്ലാതെയാവുന്നുണ്ടോ? അപ്പം ഈ ലോകം മുഴുവനും നാം കാണുന്ന ദൃശ്യമാണ്. ആ ദൃശ്യത്തിനേക്കാൾ എത്രയോ പ്രബലവും ശക്തവും സ്വതന്ത്രവുമാണ് ദ്രഷ്ടാവ്, ദൃക്ക് എന്ന് പറയുന്നത്. ഈ ദ്രഷ്ടാവും ദൃക്കും എവിടെയാ? പുറത്തോ അതോ അകത്തോ? അനവധി ചിന്തകൾ പുറപ്പെടുമ്പോൾ ആ ചിന്തകളെ മുഴുവൻ നോക്കി കാണുന്നു, അനുഭവിക്കുന്നു. പല വിധത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാവുമ്പോൾ അവയെയും നല്ലപോലെ ഉണരുന്നു. അങ്ങനെ നടക്കുന്നതായ നമ്മുടെ മനസ്സ് എപ്പോഴും പ്രധാനപ്പെട്ട ഒരു ഘടക. അതാണ് ഈ മനസ്സിനെ പവിത്രമാക്കൂ, മനസ്സിൽ ഈശ്വര വിശ്വാസം വളർത്തൂ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ മാനങ്ങൾ, പരിമാണങ്ങൾ, ഡയമെൻഷൻസ് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ആ 7 വയസ്സായ കുട്ടിയുടെ മനസ്സുണ്ട്, കുട്ടിയുടെ ഉള്ളിലുള്ള മനസ്സുണ്ടല്ലോ, ആ മനസ്സിൻ്റെ മാനം അചിന്ത്യമായ രൂപത്തിൽ അങ്ങോട്ട് വികസിച്ചു വശായി. അതിൻ്റെ പേരിലാണ് നരഹരി അവിടെ പ്രത്യക്ഷപ്പെട്ടതും. ആ നരഹരിയെ സമാധാനിപ്പിച്ച് പറഞ്ഞയക്കാൻ പ്രഹ്ലാദനെ തന്നെ പറഞ്ഞയക്കേണ്ടി വന്നതും. ഇത് നിങ്ങളെല്ലാവരും നല്ലോണം മനസ്സിലാക്കണം. എന്തിനാ ഞാനിത് പറയണത്? ആദ്യമായിട്ടൊരു ശ്ലോകമുണ്ട് ശ്രീമദ് ഭാഗവതത്തിൽ. കുറേശ്ശൊക്കെ ഇത് അറിയണ്ടേ അതോ വേണ്ടാന്നുണ്ടോ? ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദി കവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. പുരാണങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇതാ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. സത്യം പരം ധീമഹി. ഒന്ന് പറയൂ. പറഞ്ഞത് പോരാ, എല്ലാവരുടെ മുഖത്തിൽ നിന്നും വരട്ടെ, എല്ലാവരുടെ മുഖത്തിൽ നിന്നും വരട്ടെ. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് സത്യം പരം ധീമഹി, സത്യം പരം ധീമഹി. പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനം ചെയ്യുന്നു. പരമസത്യത്തെ നമുക്ക് പൂജിക്കാൻ പറ്റില്ല, പരമസത്യത്തെ സ്പർശിക്കാൻ പറ്റില്ല, അതിന് അഭിഷേകം കഴിക്കാൻ പറ്റില്ല. ഏത് പൂവിട്ടാലും ആ പൂ കാറ്റിലൂടെ ഭൂമിയിൽ വീഴുന്നതൊഴികെ പരമമായ സത്യത്തെ സ്പർശിക്കില്ല. കേൾക്കുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ള സത്യത്തെ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നനച്ചു നോക്കാനും ആലോചിക്കാനും ധ്യാനിക്കാനുമേ പറ്റുള്ളൂ.
ആ പരമസത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു. എന്താണ് പരമസത്യം? ജന്മാദ്യസ്യ യതഃ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും എവിടെ നിന്ന് ഉത്പത്തിയായോ, എവിടെ നിന്നുണ്ടായോ ആ സത്യം. അത് പരമല്ലേ, അപരമല്ലല്ലോ. അത് കടുക് പോലെയുള്ളതോ അതോ പർവ്വതം, ആകാശം അതിനേക്കാളും ബൃഹത്തോ? ചെറിയതായി എല്ലാ പ്രപഞ്ചവും ഉത്പത്തിയായിരിക്കുന്ന എവിടുന്നോ ആ സത്യത്തെ, ആ സത്യം എന്ത് ചെയ്യണു? തേജോ വാരിമൃതാം യഥാ വിനിമയോ. ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? തേജോ വാരിമൃതാം യഥാ വിനിമയോ. ആ സത്യം ഒന്നാണ്. പക്ഷേ ആ സത്യത്തിൻ്റെ പ്രഭാവം കൊണ്ട്, അചിന്ത്യ പ്രഭാവം കൊണ്ട് അതിന് പലതായിത്തീരാൻ സാധിക്കും. ഒരേ ഒരു മനസ്സ് കോടാനുകോടി ചിന്തകളെ ഉണ്ടാക്കുന്നില്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ചിന്തയുള്ളൂ. ലക്ഷോപലക്ഷം ബഹുസഹസ്രം ചിന്തകളാണ് മനസ്സിൽ നിന്ന് വരുന്നത്. ഇത്രയൊക്കെ ചിന്തകൾ പുറപ്പെട്ടിട്ട് മനസ്സിന് എന്തെങ്കിലും കുറവുണ്ടോ? അതെങ്ങനെയത്? ഒരു പർവ്വതത്തിൽ നിന്ന് കുറേശ്ശെ ആയിട്ട് കുടങ്ങളുണ്ടാക്കി കഴിഞ്ഞാൽ ആ പർവ്വതത്തിലെ മണ്ണ് കുറയില്ലേ? അതേമാതിരി നമ്മുടെ മനസ്സെന്താ കുറയാത്തത്? അതാണ് അതിൻ്റെ വൈഭവം. അപ്പം അനവധി ചിന്തകൾ ഉണ്ടായി അസ്തമിച്ചു പോയാലും മനസ്സിന് എന്തെങ്കിലും കുറവോ ഇടിവോ ക്ഷതമോ ഒന്നും സംഭവിക്കുന്നില്ല. അത് ഇനിയും ചിന്തകൾ ഉണ്ടാക്കാൻ തയ്യാറാണ്. അപ്പോൾ വല്ലാത്തൊരു ശക്തിയാണ്. ആ ശക്തി കൊണ്ട് എന്തുണ്ടാവണു? തേജോ വാരിമൃതാം യഥാ വിനിമയോ. ഒരു ഉദാഹരണം, നട്ടുച്ചയ്ക്ക് നിങ്ങൾ നിരന്ന് കിടക്കുന്ന ഭൂമിയിൽ നടക്കൂ, അല്ലെങ്കിൽ വാഹനത്തിൽ ഈ ടാർ റോഡ് കൂടി പോവൂ. അങ്ങനെ പോകുന്ന സമയത്ത് നട്ടുച്ചയ്ക്ക് കുറേ ദൂരത്ത് നോക്കിയാൽ ആ റോട്ടിൽ ഇങ്ങനെ വെള്ളം പരന്നതായി കാണില്ലേ? എന്താ മിണ്ടാത്തേ? എന്തൊക്കെയുണ്ട് അപ്പോൾ അവിടെ? ഭൂമിയുണ്ട്, ഭൂമിയുടെ മുകളിൽ ആ ടാർ റോഡുണ്ട്, അതിൽ ചുട്ടുപഴുത്ത് വീഴുന്നതായ സൂര്യകിരണങ്ങളുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് പുതിയതായിട്ടൊരു സാധനം ഇല്ലാത്തതവിടെ ഉണ്ടാവണു. എന്താ? വെള്ളം. കേൾക്കുന്നുണ്ടോ? തേജോ വാരിമൃതാം യഥാ വിനിമയോ. അവിടെ തേജസ്സുണ്ട്, മൃത്തുണ്ട്. വാരി എന്ന് പറയുന്ന പുതിയൊരു ഘടകം അവിടെ ഉണ്ടാവണു. അപ്പം രണ്ടെണ്ണം അവിടെ വസ്തുക്കളാണ്. മൂന്നാമത്തതോ ഇല്ലാത്തത്. ഈ രണ്ടെണ്ണം കൂടി ചേർന്ന് മൂന്നാമതൊരെണ്ണം കൂടി ഉണ്ടായി. അതുപോലെയാണ് നമ്മുടെ മനസ്സ്. ഇവിടെ മണ്ണും സൂര്യകിരണങ്ങളും രണ്ടും, ഒന്ന് ദ്രവ്യവും ഒന്ന് ഊർജവുമാണ്. ഈ ദ്രവ്യ ഊർജങ്ങൾക്ക് അതീതമായിട്ടുള്ളതാണ് നമ്മുടെ മനസ്സ്. അത് തേജോമയം, അത് ഉണർവാണ് ഇതിൻ്റെ സ്വഭാവം, ചേതനാമയം. അത് സ്വയം സൃഷ്ടിക്കാൻ ശക്തിയുള്ളതാണ്. ആ സ്വയം സൃഷ്ടിശക്തി കൊണ്ടാണ് അത് ഈ പ്രപഞ്ചത്തെ മുഴുവനും, സ്വപ്നപ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. അതേമാതിരി ഇതിനെയും ഉണ്ടാക്കിയത്. സ്വപ്നപ്രപഞ്ചം ക്ഷണികമാണ്, നാം ഉണരുമ്പോൾ ഇല്ലാതെയാവും. ഇതോ നാം ഉറങ്ങുമ്പോഴേ ഇല്ലാതെയാവുള്ളൂ. ഇതാണ് വ്യത്യാസം. മനസ്സിലായോ? ഇതിനെപ്പറ്റി ഇത്രയൊക്കെ പറയേണ്ട ആവശ്യം എന്താ? മുഹ്യന്തി യത് സൂരയഃ. ഈ പരമസത്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ചിന്തിക്കാനും അന്വേഷിക്കാനും പുറപ്പെടുമ്പോൾ ഈ ദൃശ്യവൈഭവം എങ്ങനെ ഉണ്ടായി? ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ ആകാശത്തെ പോലും വെല്ലുന്നതായ ഒരു വ്യാപ്തിയോടുകൂടി മനസ്സെങ്ങനെ അവിടെ അധിവസിക്കണു എന്നിങ്ങനെ ആലോചിച്ച് നോക്കിയാൽ പണ്ഡിതന്മാർക്കും അറിവുള്ളവർക്ക് പോലും വ്യാമോഹം തീരണില്ലാത്രേ. അപ്പോൾ പലരെയും വ്യാമോഹിപ്പിക്കുന്നതാണ് പണ്ഡിതന്മാരെ പോലും. എത്ര ത്രിസർഗോ മൃഷ. ഇതിന് അമൃഷ എന്നും പറയും, മൃഷ എന്നും പറയും. ഞാൻ മൃഷ എന്ന് പറയാൻ ഇഷ്ടപ്പെടുന്നവരും സ്വീകരിച്ചിട്ടുള്ളവനുമാണ്. എവിടെയാണോ ഈ സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങളാൽ ഈ പ്രപഞ്ചം മുഴുവനും ഉണ്ടായിട്ടുണ്ടല്ലോ, ആ സത്വരജസ് തമോ ഗുണ സൃഷ്ടിയായിരിക്കുന്ന ഈ പ്രപഞ്ചം എവിടെയാണോ, ഏത് പരമസത്യത്തിൻ്റെ മുൻപിലാണോ മൃഷ, മിഥ്യയായി തീരുന്നത്. ഞാനിത് ഇത്ര കഷ്ടപ്പെട്ട് പറയണോ? നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? വിശ്വസിക്കാമോ? എത്ര ത്രിസർഗോ മൃഷ. ഈ പരമസത്യത്തിൻ്റെ മുൻപിൽ ഈ ലോകം വാസ്തവത്തിൽ മൃഷയാണ്. ഏതുപോലെ? സ്വപ്നപ്രപഞ്ചം നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചത്. മനസ്സവിടെ സത്യമാണ്. മുൻപിലുമുണ്ട് മനസ്സ്, പിന്നിലുമുണ്ട് മനസ്സ്. സ്വപ്നം കാണുമ്പോഴും അതേ മനസ്സായിരുന്നു. ഉറങ്ങുമ്പോൾ എല്ലാം വിട്ടുപോയി മനസ്സ്. ഉണർന്നപ്പോഴോ എല്ലാറ്റിനെയും ഗ്രഹിച്ചു അതേ മനസ്സ്. ഞാൻ ഉറങ്ങി, ഞാനിതാ എഴുന്നേറ്റിരിക്കണു, ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. ഈ ഞാനില്ലാതെ ഇത് മൂന്നുമില്ല. ഈ മൂന്നും ഞാനോടുകൂടി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അതെല്ലാം കൂടിയാലോ ഇത് യോജിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ അന്വയാദിതരതഃ. അങ്ങനെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഉറങ്ങിയ ഞാൻ തന്നെയാണ്
സ്വപ്നം കണ്ടത്, സ്വപ്നം രചിച്ചത്. ആ ഉറങ്ങിയവനും സ്വപ്നം കണ്ടവനുമാണ് ഇതാ ഉണർന്നിരിക്കുന്നത്. അപ്പോൾ ഉണർവെന്നതുപോലെ, ഉറക്കമെന്നതുപോലെ സ്വപ്നവും എൻ്റെ തന്നെ ഞാൻ മാത്രമായിട്ടുള്ള ഒരു രചനയാണെന്ന് ആലോചിച്ച് മനസ്സിലാക്കി തീരുമാനിച്ചൂടെ? ഞാനാണല്ലോ ഉറങ്ങിയത്. നിങ്ങളുടെ ഉറക്കത്തിൽ അടുത്തുള്ളവർക്ക് പങ്കുണ്ടോ? നിങ്ങൾ സ്വപ്നം കണ്ടതിൽ അവർക്ക് പങ്കുണ്ടോ? അപ്പോൾ ഉറങ്ങിയ നിങ്ങളല്ലേ സ്വപ്നം കണ്ടത്. അപ്പോൾ ആ സ്വപ്നത്തിൻ്റെ രചയിതാവ് ആരാ? നിങ്ങൾ തന്നെ. നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണർന്നിരിക്കുന്നത്. അപ്പോൾ ഉണർന്നിരിക്കുന്ന ഞാൻ എല്ലാറ്റിനെയും വിട്ട് ഉറങ്ങി ആ ഉറക്കത്തിൽ പുതിയൊരു സ്വപ്നലോകം ഉണ്ടാക്കി തീർത്തു. ഇത് മൂന്നും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എന്നിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് മനസ്സിലാവും. ഊവല്ലേ? ഭക്തി ഉണ്ടെങ്കിലേ ഇത് പറയാൻ തോന്നുള്ളൂ. ഭക്തി ഉണ്ടെങ്കിൽ ശരിയെന്ന് പറയാൻ തോന്നും. എത്ര ത്രിസർഗോ മൃഷ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ആ പരമസത്യത്തിൻ്റെ പ്രഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ജാഗ്രത് പ്രപഞ്ചത്തെ മുഴുവനും ഒരൊറ്റ ആളോട് ചോദിക്കാതെ, ഒരാളുടെ സഹായമില്ലാതെ പോയി. പ്രപഞ്ചം പോയി. എങ്ങനെയാ പോയത്? ഒരു ഡസ്റ്റർ എടുത്ത് തുടച്ചിട്ടല്ല പോയി. പ്രപഞ്ചം എല്ലാം അങ്ങോട്ട് പോയി. നിരസ്തകുഹകം. അതിനെ ഈ ദൃശ്യത്വമാക്കാനുള്ള ശക്തി ഈ ദ്രഷ്ടാവിന് എത്രയുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കാണുന്ന കണ്ണല്ല, കാണിക്കുന്ന മനസ്സ്, മനസ്സിന് സാക്ഷിയായിരിക്കുന്ന ആത്മാവ്, ഞാൻ എന്ന് പറയുന്ന ആ സാധനമുണ്ടല്ലോ, അത് ഈ കാണുന്ന വിസ്തൃത പ്രപഞ്ചത്തിനെ മുഴുവനും ഒറ്റടിക്ക് പുഷ് മാറ്റി. എന്നിട്ട് സ്വപ്നത്തിൽ ഒരു സമാന്തരമായ കൗണ്ടർ പ്രപഞ്ചത്തിനെ അത് ഉണ്ടാക്കണു, ഒരൊറ്റ ആളോടും സമ്മതം ചോദിക്കാതെ. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് വിസ്തൃതമായിരിക്കുന്ന ഒരു സ്വപ്നപ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ആ മനസ്സ് ചെറുതോ വലുതോ, എന്നിട്ട് അതെങ്ങനെയാണ് ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുക? വലിയ സ്വപ്നത്തിലൊരു ബോംബെ നഗരം കണ്ടു, എന്നിട്ട് ശരീരം പൊട്ടിത്തെറിച്ചൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണും എൻ്റെ ശിരസ് ഛേദിക്കപ്പെട്ടു എന്ന്. സ്വപ്നേ യഥാ ശിരച്ഛേദ. എന്നിട്ട് എണീറ്റ് നോക്കുമ്പോഴോ ഒരു കുഴപ്പമില്ല, അവിടെ കഴുത്തുണ്ടാവും. അപ്പോൾ ഈ മുറിഞ്ഞു പോയത് ഏത് കഴുത്താ? സ്വപ്നക്കഴുത്താ. അപ്പോൾ മുറിഞ്ഞു പോയ സ്വപ്നക്കഴുത്തിനെ ഉണ്ടാക്കി ആ മുറിഞ്ഞു എന്ന അനുഭവം തന്നതിന് ശേഷം അവിടുന്ന് എണീറ്റ് നമ്മുടെ കഴുത്തിന് ഒരു കുഴപ്പമില്ല. ഇതുപോലെ രചിക്കാൻ വല്ല സാമർഥ്യം ആർക്കെങ്കിലും ഉണ്ടോ? അത്ര വിശേഷപ്പെട്ടതാണിത്. ആ പരമസത്യത്തെ ഞങ്ങളിതാ ധ്യാനിക്കണു എന്ന് പറഞ്ഞാണ് പുറപ്പെടുന്നത്. അതേ ശ്ലോകം തന്നെയാണ് ഇവിടെ പറയുന്നത്. അവസാനം 13-ാമത്തെ സ്കന്ധത്തിൽ 19-ാമത്തെ ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. കസ്മൈയേന വിഭാസിതോയമതുലോ ജ്ഞാനഃ പ്രദീപഃ പുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യതഃ തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി. കുറച്ചെങ്കിലും ആൾക്കാരിത് മനസ്സിലാക്കൂ. പ്രഥമ ശ്ലോകത്തിൽ പറയണു സത്യം പരം ധീമഹി എന്ന്. അവസാനം 13-ാമത്തെ സ്കന്ധത്തിൽ 19-ാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയുകയാണ് പരമസത്യത്തെ ഞങ്ങൾ ധ്യാനിക്കണു. പരമസത്യത്തെ ധ്യാനിപ്പിക്കാൻ മനസ്സിനെ പവിത്രമാക്കാനും മനസ്സിന് അതിനു വേണ്ട പ്രേരണ ഉണ്ടാവാനും സംശയങ്ങളെല്ലാം തീരാനും അങ്ങേയറ്റത്തെ ഭക്തി ഉണ്ടാവാനും വേണ്ടിയാണ് ഈ 18 സ്കന്ധങ്ങളിലുള്ള തത്വകഥനം നിരത്തി വയ്ക്കുന്നത് വേദവ്യാസ മഹർഷി ശുഗമഹർഷിയിലൂടെ. മനസ്സിലാവുന്നുണ്ടോ? അവസാനം പറയുകയാണ് തച്ഛുദ്ധം വിമലം വിശോകമമൃതം. തച്ഛുദ്ധം വിമലം വിശോകമമൃതം. ആ സത്യം എങ്ങനത്തതാ? ശുദ്ധം. അത് മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധമാക്കുന്നതാണ്. അതുള്ളയിടത്ത് അശുദ്ധിയില്ല. എത്രത്തോളം കാലം നിങ്ങൾ സത്യത്തെ മനനം ചെയ്യുന്നുവോ അത്രത്തോളം കാലം നിങ്ങൾ പവിത്രരാണ്. അതാണ് ഈ നാമസങ്കീർത്തന സമയത്ത് ഞാൻ പറയുന്നത്. ഈ നാമസങ്കീർത്തനത്തിൽ പങ്കെടുത്ത് അത് നടത്തുന്ന സമയത്ത് അവർ ലോകത്തെ മുഴുവനും മദ്ഭക്തിയുക്തോ ഭുവനം പുനാതി. ഈ ലോകത്തെ മുഴുവനും പുനിതമാക്കുന്നു, പവിത്രമാക്കുന്നു എന്ന്. അങ്ങനെ അത് വളരെ ശുദ്ധമാണ്, വിമലമാണ്. വിശോകമമൃതം. ശോകം, ദുഃഖത്തിൻ്റെ ഒരു പൊടി പോലും അതിലുമില്ല. അമൃതാണത്.
അത് അനുഭവിക്കുമ്പോൾ നമ്മളുടെ മർത്യഭാവം മുഴുവനും പോകും. അങ്ങനെയുള്ള സത്യത്തെ നാം ധ്യാനിക്കുന്നു. ആ സത്യത്തെ ധ്യാനിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ആ ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള യോഗ്യത ശ്രോതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ തത്വമൂല്യ സിദ്ധാന്തങ്ങളുടെ കഥനം കൊണ്ട്, ശ്രവണം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ഈ പ്രഹ്ലാദൻ അച്ഛൻ്റെ അട്ടഹാസത്തിൻ്റെ മുൻപിൽ തൻ്റെ വിശ്വാസം അടിയറ വയ്ക്കാതെ എൻ്റെ ഹരി എല്ലായിടത്തുമുണ്ട്, തൂണിലുമുണ്ട് എന്നിങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞപ്പോഴാണല്ലോ അവിടെ നരഹരി പ്രത്യക്ഷപ്പെട്ടത്, അല്ലേ? അതുപോലെ ജഡഭരതൻ, ഭരതമുനിയോ അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ടുവന്ന് കുളിപ്പിച്ച് രക്തചന്ദനമൊക്കെ പുരട്ടി ചെമ്പരത്തി മാലയിട്ട് അവിടുത്തെ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കൊണ്ടുപോയി നിർത്തി. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ലേ? നിർത്തി. കയ്യിൽ വാളുമായി ഒരാൾ ഇപ്പുറത്ത് വലത്ത് ഭാഗത്ത്, ഒരാൾ ഇടത്ത് ഭാഗത്ത്. അവരുടെ നേതാവ് വരാനായി കാത്തിരിക്കുന്നു. അവർക്ക് വലിയ ഒരു തപസ്വി, ഒരു ബ്രഹ്മചാരിയെ വെട്ടിമുറിച്ച് ഹോമം ചെയ്താൽ വലിയ സിദ്ധി കിട്ടും. ആ സിദ്ധിക്ക് വേണ്ടി പറ്റിയ ഒരാളാണ് ജഡഭരതൻ. ഒരക്ഷരം മിണ്ടണില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളെല്ലാവരും വിചാരിക്കും ഭഗവാന് മുറവിളി കൂട്ടിയാലേ വരുള്ളൂ എന്ന്. മുറവിളി, മുറവിളി, അയ്യോ എന്നൊക്കെ നമ്മുടെ വെളിച്ചപ്പാടന്മാർ പറയാറുണ്ട്. മുറവിളി കൂട്ടണോ? എന്തിനാതെ? നമ്മൾ സംസാരിച്ചിട്ട് വേണോ ഭഗവാന് കേൾക്കാൻ? എന്താ മിണ്ടാതെ? ജഡഭരതൻ മിണ്ടണില്ല, ഭരതമുനി മിണ്ടാതെ ഇരിക്കുകയാണ്. അവസാനം നേതാവ് വന്ന് വെട്ടും എന്നുള്ള നില വാള് പൊക്കിയതോടുകൂടി ആ ബിംബത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിടപിടുപിടുപിടുപിട് എന്നൊരു ശബ്ദവും വന്നു, പുറപ്പെട്ടു. 2 വാളും മേടിച്ച് 2 ആളുടെ കഴുത്തും മുറിച്ചു. ഭരതമുനി എന്ത് ചെയ്തു ഇവിടെ? നിങ്ങൾക്ക് ഭരതമുനിയെ പോലെ ആവണോ അതോ അട്ടഹസിക്കണോ? ആ ഭദ്രകാളി എങ്ങനെയാ വന്നത്? എവിടുന്നാ വന്നത്? കരിങ്കല്ലിന് അവിടെ നോക്കാൻ പറ്റുമോ? ആ വിഗ്രഹത്തിന് കണ്ണുണ്ടോ? അത് വല്ലതും അറിയുന്നുണ്ടോ? ആ ഭരതമുനിയുടെ മനസ്സിലുള്ള ദൃക്ക് പ്രഭാവം, ദൃഷ്ടൃപ്രഭാവം, ആ ആത്മപ്രഭാവമാണത്. ആ ആത്മാവാണ് ഈ ലോകം മുഴുവനും രചിച്ചിരിക്കുന്നത്. അത് എന്നേക്കുമായി, സ്ഥായിയായി, ദീർഘകാലികമായി പൊതുവായിട്ടുള്ള രചനയാണത്. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ഭക്തൻ ആരെങ്കിലും നിസ്സഹായനായി ശരിയല്ലാത്ത പരിഗണന അല്ലെങ്കിൽ ധിക്കാരമോ സാഹസമോ നേരിടേണ്ടി വന്നാൽ ആ സമയത്ത് പെട്ടെന്ന് ഠപ്പെന്ന് രചിക്കാനും അതിന് സാധിക്കും. ഇത് നല്ല പോലെ വിശ്വസിച്ചോളൂ. എന്താണത്? ഇത് വിശ്വാസമല്ല, ഇത് വിവേകമാണ്. ഭഗവാൻ നമ്മുടെ വിശ്വാസത്തിന് പാത്രമാണ്. വിശ്വസിക്കുന്ന മനസ്സ് ഒരു കാലത്തും ഇല്ലാതെയാവുന്നില്ല. വിശ്വാസപാത്രങ്ങൾക്ക് കോട്ടം വരാം, പക്ഷേ വിശ്വസിക്കുന്ന മനസ്സിന് കോട്ടം വരുമോ? അങ്ങനെ ഭഗവാനെ നിങ്ങൾ പുറമേയുള്ളതല്ലാതെ ഉള്ളിലുള്ളതായിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കണം. അത് സാധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗവതം ഇത്രയധികം കഷ്ടപ്പെട്ട് ഓരോന്നും പറയുന്നത്. ഈ ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ നിമിയും യോഗിയുമായിട്ടുള്ള സംഭാഷണത്തിനെ പറ്റി പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമുണ്ട്. എന്താണത്? സ്വപാദമൂലം ഭജതഃ പ്രിയസ്യ ത്യക്താന്യഭാവസ്യ ഹരിഃ പരേശഃ വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത് ധുനോതി സർവം ഹൃദി സന്നിവിഷ്ട. സ്വപാദമൂലം ഭജതഃ പ്രിയസ്യ ത്യക്താന്യഭാവസ്യ ഹരിഃ പരേശഃ. സ്വപാദമൂലം, തൻ്റെ പാദമൂലത്തെ ആരാണോ ആശ്രയിക്കുന്നത്, ഭജതഃ പ്രിയസ്യ, പ്രിയഭാവത്തിൽ. ഈശ്വരനോട് നമുക്ക് തോന്നേണ്ടതായ ഭാവം സ്നേഹമാണ്. സ്നേഹം. നിങ്ങൾക്ക് ഈശ്വരനോട് സ്നേഹമാണോ ഉള്ളത് അതോ പേടിയോ? അയ്യോ അയ്യോ ഈശ്വരനെ പേടിക്കുന്നവനാ. മൈ സൺ ഈസ് എ ഗോഡ് ഫിയറിങ് സൺ. പല അച്ഛനമ്മമാരും വന്ന് പറയാറുണ്ട്, എൻ്റെ മകന് വലിയ ഗോഡ് ഫിയറിങ്ങാ. ഗോഡ് ഫിയറിങ് വേണ്ട, വേണ്ട. മൈ സൺ ഈസ് ഗോഡ് ലവിങ്. എൻ്റെ മകൻ ഈശ്വരനെ സ്നേഹിക്കണു എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈശ്വരനെ ആശ്രയിക്കണു, ഈശ്വരനെ വിശ്വസിക്കണു, ഈശ്വരനിലാണ് അവൻ്റെ എല്ലാ സമയത്തും മനസ്സ് എന്നിങ്ങനെ ഊന്നി നിൽക്കുന്ന ഒരു നിലയാണ് നമുക്ക് വേണ്ടത്. അപ്പം എൻ്റെ പാദമൂലത്തെ സ്വപാദമൂലം ഭജതഃ പ്രിയസ്യ ത്യക്ത അന്യഭാവസ്യ ഹരി പരേശഃ. പരേശനായിരിക്കുന്ന ഹരി ബാക്കി എല്ലാ പരിഗണനകളെയും വിട്ട് എൻ്റെ പാദമൂലത്തെ മാത്രം ആശ്രയിക്കുന്നുണ്ടല്ലോ ഭഗവാന്റെ. ആ ആൾക്ക് വികർമ്മയച്ചോത്പതിതം കഥഞ്ചിത്.
എന്തെങ്കിലും തരത്തിൽ അബദ്ധങ്ങളോ തെറ്റോ തകരാറോ വഴുതി വീഴലോ സംഭവിച്ചാൽ പോലും കേൾക്കുന്നുണ്ടോ? ധുനോതി സർവം ഹൃദി സന്നിവിഷ്ട. ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ആ വികർമ്മങ്ങളുടെ എല്ലാറ്റിൻ്റെയും തെറ്റായ ഫലങ്ങളോ അനാശാസ്യ ഫലങ്ങളെയോ കഴുകി തുടച്ചു വെടുപ്പാക്കണമെന്ന്. ആര്? ശ്രീഹരി ഭഗവാൻ. എവിടെ ഇരുന്നിട്ട്? ഹൃദി സന്നിവിഷ്ട. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹൃദി സന്നിവിഷ്ട. ഹൃദയത്തിൽ നല്ലപോലെ ചമ്രം പടിഞ്ഞിരുന്ന് എന്തെങ്കിലും തെറ്റോ തകരാറോ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ കഴുകിക്കളയണു. അതാണ് ഭക്തൻ്റെ ലക്ഷണം. അങ്ങനെയുള്ള ഒരു ഭക്തൻ ദേവർഷി ഭൂതാപ്തനൃണാം പിതൃണാം ന കിങ്കരോ നായമൃണീ ചരാജൻ സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. ദേവ ഋഷി ഭൂത ആപ്തനൃണാം പിതൃണാം ന കിങ്കരോ. എനിക്കിത് എത്ര ഊന്നി പറഞ്ഞാലും തൃപ്തിയാവില്ല. ദേവർഷി ഭൂതാപ്തനൃണാം പിതൃണാം ന കിങ്കരോ നായമൃണീ ചരാജൻ. ആ ഭക്തനുണ്ടല്ലോ, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം, ഋഷിയജ്ഞം എന്നൊക്കെ പറഞ്ഞ് പഞ്ചമഹായജ്ഞങ്ങൾ നടത്താൻ ഗൃഹസ്ഥന്മാർക്ക് നിർബന്ധമുണ്ട്. ശാസ്ത്രം പറയുന്നുണ്ട്. അങ്ങനെ ദേവന്മാരോടോ ഋഷിക്കളോടോ ബാക്കിയുള്ളവരോടോ ആരോടും ആ ആൾ കടപ്പെട്ടവനല്ല. നായമൃണീചരാജൻ. അവരോട് ഒരു വിധത്തിലും ഋണം കടം ആ ആൾക്കില്ല. ആർക്കില്ല? സർവാത്മനായ ശരണം ശരണ്യം ഗതോ മുകുന്ദം പരിഹൃത്യ കർത്തം. ഞാൻ ചെയ്യണു എന്നുള്ള വിചാരം, അഹങ്കാരം, അതിൽ നിന്ന് ജനിക്കുന്ന മമത, ഇത് രണ്ടും ഇല്ല എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാ സർവാത്മഭാവത്തോടു കൂടി മുകുന്ദനെ ആരാണോ ശരണം പ്രാപിക്കുന്നത്, ഇവിടെ ശരണം പ്രാപിക്കാൻ എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. അച്ഛനമ്മമാരല്ല, മക്കളല്ല, അയൽവക്കക്കാരല്ല, സർക്കാർ പെൻഷനല്ല, ഇൻഷുറൻസ് കമ്പനിയല്ല. ഇവിടെ ശരണം പ്രാപിക്കാനായിട്ട് ഒരൊറ്റ ഉറവിടമേ ഉള്ളൂ. അതാണ് മുകുന്ദൻ, മോക്ഷദാതാവായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന പരബ്രഹ്മമായ ആ കൃഷ്ണ പരമാത്മാവ്. അങ്ങനെ ആ മുകുന്ദനെ ശരണം പ്രാപിക്കുന്നവൻ ആരോ അവൻ ദേവർഷി ഭൂതാപ്തനൃണാം പിതൃണാം ന കിങ്കരോ നായമൃണീചരാജൻ. ഇങ്ങനെ ഒരു ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ, സ്വാമിജി ഈ ഭഗവാനെ ഒന്ന് കണ്ടാൽ ശരണം പ്രാപിക്കുന്നതിന് അർത്ഥം ഉണ്ടാവും. അത് വരും വേറെ വിശ്വാസപാത്രമല്ലേ ഈ ഭഗവാൻ എന്ന് സംശയിക്കാൻ വിരോധമില്ല. നിങ്ങൾക്കൊക്കെ എന്താ ഈ ഭക്തി മുഴുക്കാത്തത്? അതിനുള്ള കാരണം എന്താ? അതിനുള്ള കാരണം ഒന്നാണ്, ഭഗവാനെ ഒരു നോക്ക് കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പം ഈ പറഞ്ഞു കേട്ട ആളോട് എത്രത്തോളം വിശ്വാസം ഉണ്ടാവും? ഞാൻ പറയണത് ശരിയല്ല എന്നുണ്ടോ? നിങ്ങളുടെ വിശ്വാസം പൂർണ്ണമാകാത്തതും അർത്ഥവത്താകാത്തതിനുമുള്ള കാരണം എന്താ? ഒരു പെൺകുട്ടിയോട് നമ്മൾ പറഞ്ഞു, അതെ ഞാനൊരു ആൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്, നല്ല കുട്ടിയാട്ടോ, നീ സ്നേഹിച്ചോ. അതെങ്ങനെയത്? ആ ആളുടെ ഒരു പടോ കിടോ എന്തെങ്കിലും ഒന്ന് തന്നാലല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഭഗവാനെ പറ്റി പറയണേ ഉള്ളൂ, ആ പറയുന്നതല്ലാതെ കണ്ടു എന്നുള്ള വിവരണം കേൾക്കണില്ല നമ്മൾ. അപ്പോൾ ആ വിശ്വാസത്തിൽ ഒരു പോരായുണ്ട്. അത് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർക്കാൻ പറ്റും. ശ്രീമദ് ഭാഗവതം അതിന് പരിശ്രമിക്കുന്നുണ്ട്. ഇതാ കേട്ടോളൂ, പറയട്ടെ. സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ യസ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. നിമിചക്രവർത്തിയെ പറഞ്ഞു ധരിപ്പിക്കുകയാണ്. ഈ പരമസത്യം എന്താ, ഭാഗവത ധർമ്മങ്ങൾ എന്താന്ന് നോക്കിയില്ലേ, ആലോചിച്ചില്ലേ? ഈ ഭാഗവത ധർമ്മങ്ങൾ മുഴുവനും ചുറ്റിത്തിരിയുന്നത് അവനവൻ്റെ മനസ്സിലും മനസ്സാക്ഷിയിലും അന്തരാത്മാവിലുമാണ്. സ്ഥിത്യുദ്ഭവ പ്രളയഹേതു. ഈ വാക്കുകളൊക്കെ നിങ്ങൾ കേൾക്കണുണ്ടോ? സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിവിശാലവും അനന്തവുമായിരിക്കുന്ന ഈ ലോകം, നാം അടക്കമുള്ളതിൻ്റെ സ്ഥിതി, നിലനിൽപ്പ്. ഉദ്ഭവം, ഇതിൻ്റെ ഉദ്ഭവം, ഉണ്ടായത്. പ്രളയം, ഇത് ഇല്ലാതെയാവുന്നു. അങ്ങനെ ലോകത്തിലുള്ള സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണഭൂതമായിട്ടുള്ളത് സ്ഥിത്യുദ്ഭവ പ്രളയഹേതുരഹേതുരസ്യ. എന്നാൽ അതിന് സ്വയം ഒരു ഹേതുവില്ല. അവിടുന്ന് അങ്ങാണ് കാര്യകാരണ ശൃംഖല തുടങ്ങിയത്. കാര്യകാരണ ശൃംഖല തുടങ്ങിയത് അതിൽ നിന്നാണ്. അതിന് മുൻപ്
അതിന് ഹേതുവായിട്ടൊന്നുമില്ല. സ്വയം അഹേതുവാണ്, എന്നാലോ എല്ലാറ്റിനും അത് ഹേതുവാണേനും. അങ്ങനെ ഒരു സാധനമുണ്ടോ? ഉണ്ട്. അതെവിടെയാ അന്വേഷിച്ച് കണ്ടുപിടിക്കുക? യസ്വപ്നജാഗര സുഷുപ്തിഷു സദ് ബഹിശ്ച. യസ്വപ്നജാഗര സുഷുപ്തിഷു. സ്വപ്നം, ജാഗ്രത, സുഷുപ്തി എന്ന് പറയുന്ന മൂന്നവസ്ഥ നമ്മുടെയാണ്, എൻ്റെയാണ്. ഈ മൂന്നവസ്ഥയിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് ഈ ലോകത്തിൽ മുഴുവനും ഉള്ളത്. ഇത് വിട്ടൊരു പണത്തൂക്കം കൂടുതലില്ല. യസ്വപ്നജാഗര സുഷുപ്തിഷു സദ്ബഹിശ്ച. പോരാ പോരാ. അതിൽ സ്വപ്നം എന്ന് പറയുന്നത് ഉണർന്നിട്ട് ഇല്ലാതെയാവണു. ജാഗ്രത എന്ന് പറയുന്നത് വിശാലമാണ്, അതെത്താൻ നമുക്ക് സാധിക്കില്ല. അപ്പം പിന്നെ എവിടെയാ അന്വേഷിക്കുക? ദേഹേന്ദ്രിയാസു ഹൃദയാനി ചരന്തിയേന. ദേഹം, ഇന്ദ്രിയം, പ്രാണൻ ഇതിനെയൊക്കെ സഞ്ചരിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത് ഏതോ സഞ്ജീവിതാനി തദവേഹി പരം നരേന്ദ്ര. ജാഗ്രത അവസ്ഥയിൽ പരിശോധിച്ച് നോക്കൂ. നമ്മുടെ ദേഹത്തെ പ്രവർത്തിപ്പിക്കുന്നത്, ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത്, പ്രാണനെ പ്രവർത്തിപ്പിക്കുന്നത്, മനസ്സിനെയും ബുദ്ധിയെയും പ്രവർത്തിപ്പിക്കുന്നത് ഈ ശക്തി മുഴുവനും ഉള്ളിലോ പുറത്തോ? ആ സാധനമാണ് പരം നരേന്ദ്ര. മഹാരാജാവേ, മഹാരാജാവേ, മഹാരാജാവേ. പരം സത്യം എന്ന് പറഞ്ഞത് ആ സാന്നിധ്യമാണ്. അപ്പം ഇത് ആ സാന്നിധ്യോ അതോ ഈ സാന്നിധ്യോ? ഇവിടെ കുട്ടികളെ ഉണ്ടാവേണ്ടത്, ഈ മുതിർന്നവരെ കൊണ്ട് ഒരു കാര്യമില്ല. ഇത് ആ സാന്നിധ്യോ അതോ ഈ സാന്നിധ്യോന്ന്? ആ എന്നുള്ളത് മാറ്റി ഈ നാക്കി എഴുതാൻ എന്തെങ്കിലും പഠിക്കൂ. എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ എൻ്റെ കൈകാലുകളെ സഞ്ചരിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്ന ശക്തി എൻ്റെ ഉള്ളിലോ പുറത്തോ? അപ്പോൾ ഉള്ളിലുള്ളതിനെ ആ എന്ന് പറയണോ അതോ ഈ എന്ന് പറയണോ? അതിനെ ഇത് എന്ന് പറയണോ അതോ അത് എന്ന് പറയണോ? അപ്പം അത് എന്നുള്ള വാക്ക് മാറ്റി ഇന്ന് മുതൽ ഈശ്വരനെ ഉള്ളിലുള്ളതായി, അന്തരാത്മാവായി, ദേഹത്തിനെയും മനസ്സിനെയും പ്രാണനെയും ചലിപ്പിക്കുന്നതും സഞ്ചരിപ്പിക്കുന്നതുമായി കണക്കാക്കണം. അത് ചെയ്യുമോ നിങ്ങൾ? അതിനുള്ള നെറിവുണ്ടോ നിങ്ങൾക്ക്? വെരി ഗുഡ്. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ ഭുങ്ക്തേ സമസ്തകരണൈർ ഹൃദി തത്സമൃക്ഷാൻ സദൃക്ഷാൻ സ്വപ്നേ സുഷുപ്ത ഉപസംഹരത്തെ സയേകഃ സ്മൃത്യന്വയ ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശ. ഇതൊക്കെ ശാസ്ത്രമാണ്. ഇതിങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് തോന്നണില്ല. ഞാൻ പരിശ്രമിക്കാം. ഭൂമാനന്ദ സ്വാമിജി വാചാലനാണല്ലോ. യോ ജാഗരേ ബഹിരനുക്ഷണധർമ്മിണോർത്ഥാൻ. ജാഗ്രത അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളുടെയും ദേഹാംഗങ്ങളുടെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും എല്ലാം പ്രവൃത്തികളെ, ആ പ്രവൃത്തി ഫലങ്ങളെയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കണു, മൂക്കുകൊണ്ട് മണക്കണു, നാവ് കൊണ്ട് രുചിക്കണു, ത്വക്കുകൊണ്ട് സ്പർശിക്കണു, മനസ്സുകൊണ്ട് ചിന്തിക്കണു, ബുദ്ധി കൊണ്ട് ആലോചിക്കണു. ഇങ്ങനെ എല്ലാ പ്രവൃത്തി ഫലങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ഭുങ്ക്തേ സമസ്തകരനൈർ ഹൃദി യത് തത് സദൃക്ഷാൻ. കിടന്നുറങ്ങുന്ന സമയത്തോ മനസ്സിന് മാത്രം, ഉറങ്ങുന്നവൻ്റെ മനസ്സിന് മാത്രം കാണുന്നതായ സ്വപ്നാനുഭവങ്ങൾ, സ്വപ്ന വസ്തുക്കളെ അനുഭവിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സുഷുപ്ത ഉപസംഹരതേ. കേൾക്കുന്നുണ്ടോ? ഉണർന്നത് ആരാ? നാമാണ് ഉണരുന്നത്. ഉണർന്നതിന് ശേഷമാണ് ഈ ഉണർച്ച, അല്ലെങ്കിൽ ഇങ്ങനെ മിഴിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ, ആ മിഴിച്ചിരുന്നതിന് ശേഷം ഈ പ്രപഞ്ച വസ്തുക്കളെ മുഴുവനും അനുഭവിക്കുന്നത്. അത് മുഴുവനും വിട്ട് കിടന്നുറങ്ങുമ്പോഴോ എല്ലാറ്റിനെയും തുടച്ചു മാറ്റി ഒന്നുമില്ല, കുടത്തിൻ്റെ ഉള്ളിൽ, കിണറ്റിൻ്റെ ഉള്ളിലുള്ള കല്ല് പോലെ ഒറ്റയിരുപ്പ്. ഇങ്ങനെ എല്ലാത്തിനെയും ഉപസംഹരിക്കണം. സ്വപ്നത്തിലോ പുതിയൊരു പ്രപഞ്ചത്തിനെ ഉണ്ടാക്കണം. ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അതുണ്ടല്ലോ സ്മൃത്യന്വയാത് ത്രിഗുണവൃത്തി ദൃഗിന്ദ്രിയേശ. അതാണ് നമ്മുടെ വാസ്തവത്തിൽ ഇന്ദ്രിയേശൻ. അതാണ് വാസ്തവത്തിൽ ഈ പരമേശ്വരൻ. പരമേശ്വരൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഈശ്വരനെ ആശ്രയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഈശ്വരൻ എവിടെ എന്നുള്ള ചോദ്യം ഇനി പ്രസക്തിയുണ്ടോ? അങ്ങനെ ഒരു ഈശ്വരനാണ് നമ്മുടെ ഉള്ളിൽ. അതാണ് അർജുനോട് കൃഷ്ണൻ പറയണത്. എന്താ? തമേവ ശരണം ഗച്ഛ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയാ
തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത, തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം. ആ ഉള്ളിലുള്ള ഈശ്വരനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. കൃഷ്ണനെയാണ് ശരണം പ്രാപിച്ചത് നമസ്കരിച്ചുകൊണ്ട്. ആ കൃഷ്ണൻ പറയാണ്, അർജുന, നീ ശരണം പ്രാപിക്കുന്നത് നിന്റെ ഉള്ളിൽ തന്നെ അധിവസിക്കുന്ന ഈശ്വരനെയാണ്. ആ ഈശ്വരനാണ് ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും എല്ലാം അതാത് തുറകളിൽ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അന്തരംഗവാസിയായി അന്തരാത്മാവായിരിക്കുന്ന ഈശ്വരനെ ശരണം പ്രാപിക്കൂ സർവഭാവേന. മനസ്സ് തൻ്റെ സങ്കല്പത്തിലൂടെയും വികല്പത്തിലൂടെയും രചിക്കുന്നതാണ് ഇത് മുഴുവനും. ഇതിൽ സത്യം എന്താണെന്ന് ചോദിച്ചാൽ വിജ്ഞാനമേകം. ആ ഞാൻ എന്ന് പറയുന്ന ഒരു അറിവ്, ഒരു ഉണർവുണ്ടല്ലോ, ആ ഉണർവിൽ നിന്ന് ജനിക്കുന്നതാണ് ഇത് മുഴുവനും. ഉണർവാണ് ഇതിൻ്റെ രൂപം. സൂതൻ പറഞ്ഞില്ലേ, വദന്തി തത്തത്വവിദസ്തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ എന്ന് പറഞ്ഞുല്ലോ. ആ ജ്ഞാനമാണ് ഇവിടെ എല്ലാമായി പ്രകാശിക്കുന്നത്. ഇനി മനുഷ്യൻ്റെ ധർമ്മം എന്താ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി എനിക്കെല്ലാം പറയാൻ കുറച്ച് സമയമുണ്ടോ സംശയമാണ്. നൃദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതാം പുമാൻ ഭവാബ്ധിം നതരേത് സാത്മഹ. മനുഷ്യനായി ജനിച്ചാൽ നമ്മൾ എന്താ വേണ്ടേ? നൃദേഹമാദ്യം സുലഭം സുദുർലഭം. വളരെ ദുർലഭമാണ് മനുഷ്യജന്മം. എന്നാലോ നമുക്ക് കിട്ടിയിട്ടുള്ളതിനാൽ സുലഭമായി. ഇനി അന്വേഷിച്ച് നടക്കണ്ടല്ലോ. ഏതോ ഒരമ്മയ്ക്കും അച്ഛനും കുട്ടിയായിട്ട് നമ്മൾ ജനിച്ചു കഴിഞ്ഞു, കണ്ണു മിഴിച്ചപ്പോൾ മനുഷ്യനാ. അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? എളുപ്പത്തിൽ കിട്ടിയതല്ലേ. എന്നാൽ പരിശോധിച്ച് നോക്കിയാൽ വളരെ ദുർലഭമാണ്. മറ്റ് ജീവരാശികളുടെ എണ്ണം കണക്കാക്കിക്കോളൂ. മനുഷ്യൻ എത്രയുണ്ടാവും? കൊതുവിൻ്റെ എണ്ണം എത്രയാണ്? പിടിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിങ്ങൾ 4 ആളുണ്ടാവും, കൊതു എത്രയുണ്ടാവും? 400, 4000, 4 ലക്ഷം ഉണ്ടാവാം. അപ്പോൾ ബാക്കിയുള്ള ജീവരാശികളോട് കൂടി തട്ടിച്ച് നോക്കുമ്പോൾ മനുഷ്യജന്മം വളരെ അപൂർവമാണ്. എന്നാലും നമുക്ക് സുലഭമായി കിട്ടിയിട്ടുണ്ട്. അതെങ്ങനത്തതാ? പ്ലവം സുകൽപ്പം ഗുരുകർണധാരം. അത് ഒന്നാം തരം ഒരു തോണിയാണ്. ആ തോണിക്ക് തുഴഞ്ഞു കൊണ്ടുപോകാൻ ആര് വേണം? ഗുരുകർണധാരം. ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണം, ദീക്ഷ മേടിക്കണം, സാധന ചെയ്യണം. തൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടത് പറഞ്ഞു തന്ന് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി തിരുത്താൻ വേണ്ടി ഒരു ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വളരാൻ തീരുമാനിക്കുന്നത് എപ്പോഴോ അപ്പോഴാണ് മനുഷ്യനാകുന്നത്. അതുവരെ മനുഷ്യനാരാ? അസുരനാണ്, രാക്ഷസനാണ് എന്ന് പറയാം. പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം. ആ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ അതിന് കാറ്റ് അനുകൂലമായിട്ടുള്ളൊരു ഗതി വേണം. അതിൽ ഈശ്വരൻ അങ്ങനെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി ദീക്ഷ മേടിച്ചു, സാധന ചെയ്തു. ഈ മനുഷ്യ ശരീരത്തെ ഒരു തോണിയായി നാം സംസാര സാഗരത്തിൽ തുഴഞ്ഞങ്ങോട്ട് പോകുമ്പോൾ അനുകൂലമായിട്ടുള്ള കാറ്റ് ധാരാളം ഊതി തുടങ്ങും. അങ്ങനെ ഊതി മറുകരയ്ക്ക് എത്തിയില്ല എന്ന് വരികിൽ ആ ആളെ പറ്റി എന്തു വേണം? സ ആത്മഹ. അവൻ ആത്മഹത്യ ചെയ്യുന്നവനാണ്, തൻ്റെ ആത്മാവിനെ ഹനിക്കുന്നവനാണ്. എത്രയും വേഗം നാം ഇതിന് പരിശ്രമിക്കണം. ലബ്ധ്വാ സുദുർലഭമിതം ബഹുസംഭവാന്തേ മാനുഷ്യമർത്ഥതമനിത്യമപീഹധീര തൂർണം യതേതനപദേത് അനുമൃത്യുയാവത് നിശ്രേയസായ വിഷയ ഖലു സർവതസ്യാത്. ഈ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ സുദുർലഭമിതം, അനവധി ജന്മങ്ങൾക്ക് ശേഷമാണത് കിട്ടുന്നത്. ഉടനെ ബുദ്ധിയുള്ളവൻ എന്തു വേണം? തൂർണം യതേത, എത്രയും വേഗം പരിശ്രമിക്കണം. നിശ്രേയസായ, മോക്ഷത്തിനു വേണ്ടി, ആത്മജ്ഞാനത്തിനു വേണ്ടി. വിഷയഖലു സർവതസ്യാത്. ബാക്കി ലോകവസ്തുക്കൾ തിന്നാനും കുടിക്കാനുമൊക്കെയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ മനുഷ്യനായി ജനിക്കണം എന്നില്ല. ആനയായാൽ കുറേ അധികം തിന്നാം. ഈ മനുഷ്യ ശരീരത്തിൽ ഒരു ചാണേ ഉള്ളൂ നമ്മുടെ വയറ്. അതുകൊണ്ട് തിന്നൊടുക്കാൻ പറ്റില്ല. ധാരാളം ഉണ്ട്, തിന്ന് ഒടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം ബാക്കിയുള്ള ലോക വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കരുതെന്ന്. ഈ മാതിരി കാര്യത്തിന് പരിശ്രമിക്കുമ്പോൾ എല്ലാവർക്കും എളുപ്പം സാധിച്ചു എന്ന് വരില്ല ഒരു മടി. സ്വാമിജി ഇങ്ങനെ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ ഇതിന് 1-2 ഉദാഹരണമൊക്കെ നമ്മുടെ ആൾക്കാർ പറയും. നല്ല ബുദ്ധിശാലികളാണല്ലോ ഈ തത്വജ്ഞന്മാരൊക്കെ. ആദൗ വധൂ ഭർതൃഗൃഹം സ്വഗേഹാത് ഗന്തും യഥാരോധിതിനീയമാന തതശനൈഃ ഭർതൃസുഖാവബോധാത്
നൈവേഹതേ മാതൃഗൃഹം പ്രയാതും. അതേതുപോലെയെന്ന് വെച്ചാൽ ആദ്യമായിട്ടൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു. സ്നേഹകല്യാണമല്ല കേട്ടോ, കുടുംബക്കാരൊക്കെ കൂടി ആലോചിച്ച് തീർച്ചയാക്കി വളരെ സ്നേഹിച്ച് വളർത്തി കൊണ്ടുവരുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ കല്യാണം കഴിച്ച് ആദ്യമായിട്ട് ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞയക്കുമ്പോൾ ആദൗ വധൂ ഭർതൃഗൃഹം സ്വഗേഹാത് ഗന്തും യഥാരോദിതി. ഇത്ര നാളും പെറ്റു വളർത്തിയ അച്ഛൻ അമ്മയൊക്കെ വിട്ട് ഇപ്പോൾ പുതിയൊരു ഗൃഹത്തിലേക്ക് പോകണം. അവിടുത്തെ അച്ഛനും അമ്മയും എന്താണാവോ, പെട്ടെന്ന് വിളിക്കേണ്ടി വരും, വേറെ ഒരു കൂട്ടരെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കേണ്ടി വരും. അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ വളർത്തിക്കൊണ്ടുവന്നവരുടെ വാത്സല്യം വിട്ടങ്ങോട്ട് പോകുമ്പോൾ കരയാത്ത പെൺകുട്ടികളില്ല. അതേ പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് തതശ്ശനൈഹി ഭർതൃസുഖാവബോധാത്, ആ ഭർത്താവോട് കൂടി ജീവിച്ച് ആ ദാമ്പത്യ ജീവിതത്തിലുള്ള സുഖം അനുഭവിച്ച് അമ്മ ഒരു എഴുത്തയച്ചു എന്നറിയാം, മോളെ ഒന്നിങ്ങോട്ട് വരൂ, എനിക്ക് ഇത്തിരി തിരക്കാണ്, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാമെന്നത്രേ പറയുക. തതശ്ശനൈഹി ഭർതൃസുഖാവബോധാത് നൈവേഹതേ മാതൃഗൃഹം പ്രയാതും. പിന്നെ അമ്മയുടെ വീട്ടിലേക്ക് പോവാൻ തന്നെ ഇഷ്ടപ്പെടില്ല. ഇവിടെ കൂടുതൽ സൗകര്യ. ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു മരുമകളാണ്, എല്ലാവരും കണ്ണിലുണ്ണിയായിട്ട് നോക്കണു, ഒരു കുഴപ്പമില്ല. വീട്ടിൽ ചെന്നാൽ അവിടെ സഹോദരനുണ്ട്, ഒരു അനിയത്തിയുണ്ട്, അവരെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ശകാരിക്കും. നല്ല പേര് അവിടെ ഇല്ല, ഇവിടെ എല്ലാവരും കണ്ണിലുണ്ണിയായിട്ടാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ വരണില്ല എന്ന് പറയൂ അത്രേ. അതേമാതിരിയാണ് ഈ ഈശ്വരോപാസനയും. ധാരാപത്യഗൃഹപ്രപഞ്ച വിഷയാത് ആദൗ ജഗന്നായകം ഗന്തും ബുദ്ധിരിയം ബിഭേതി കില തത് സംഗാനഭിജ്ഞാസ്വയം ജ്ഞാതേ തദ്രസവൈഭവേ സദിശനൈഃ സൈവേശ്വരോപാസനാത് ആഗന്തും വിഷയാൻ പുനർബഹുവിധം ക്ലേശം സമാലംബതേ. കേൾക്കുന്നുണ്ടോ? ധാരാപത്യഗൃഹപ്രപഞ്ച വിഷയാത്, ഭാര്യ, മക്കള്, കുട്ടികൾ, വീട്, ഇങ്ങനെയുള്ളതൊക്കെ വിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂർ നേരമോ പൂജാമുറിയിലിരുന്ന് കണ്ണടച്ച് അഷ്ടോത്തരം ചൊല്ലിയോ സഹസ്രനാമം ചൊല്ലിയോ ഒന്ന് പൂജ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടില്ല. അവർക്ക് അവരുടെ കച്ചവടവും കൃഷിയും ഉദ്യോഗവും ഒക്കെ മതി. അതൊക്കെ വിട്ടിട്ട് ഇവിടെ ഇരിക്കണ്ടേ? അങ്ങനെ ധാരാപത്യഗൃഹപ്രപഞ്ച വിഷയാദാദൗ ജഗന്നായകം ഗന്തും ബുദ്ധിരിയം ബിഭേദി. മനുഷ്യബുദ്ധിക്ക് പേടിയാണത്രേ. എന്താ? കില തത്സംഗാനഭിജ്ഞാസ്വയം. ആ പൂജ ചെയ്ത് കണ്ണടച്ച് താൻ കണ്ണിലുണ്ണിയായി കാണുന്ന ഈശ്വരൻ നമ്മുടെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുക. കുറച്ച് നേരത്തേക്കെങ്കിലും ആ രൂപം വരിക. മനസ്സിലൊരു സ്പർശമുണ്ടായി, ഒരു നിർവൃതി, ഒരു സുഖം. അത് അനുഭവിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. എങ്ങാനും അത് അനുഭവിക്കാൻ സാധിച്ചു കഴിഞ്ഞാലോ ജ്ഞാതേ തദ്രസവൈഭവേ സതിശനൈ. ആദ്യമെല്ലാം പൂജയിലൊരു രതി ഉണ്ടാവില്ല, സുഖമുണ്ടാവില്ല. അതെല്ലാം കഴിഞ്ഞ് പൂജിച്ചു, അതിലൊരു രസം കിട്ടിയെന്നുണ്ടെങ്കിലോ സൈവേശ്വരോപാസനാദാഗന്തും വിഷയാൻ പുനർബഹുവിധം. ആ ഈശ്വരസംഗം അനുഭവിച്ച് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും, അത് ഇഷ്ടപ്പെടില്ല അത്രേ. എന്നോട് പലരും പറയാറുണ്ട്, സ്വാമിജി ഇപ്പോൾ ടി വിയിൽ ഒരു സീരിയലും എനിക്ക് കാണാൻ ഇഷ്ടമില്ല എന്ന്. വല്ല രാമായണോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ കൃഷ്ണചരിതമോ ഒക്കെ കാണാൻ ഇഷ്ടമാണ്, ബാക്കിയുള്ളതൊന്നുമില്ല. നിങ്ങളൊക്കെ ഏത് തരക്കാരാ? സീരിയലിൻ്റെ പിന്നാലെ പോകുന്നവരാ അല്ല. വെരി ഗുഡ്. അത് തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യവും. ആഗന്തും വിഷയാൻ പുനർബഹുവിധം ക്ലേശം സമാലംബതേ. വളരെയധികം ക്ലേശിക്കുമത്രേ അത് വിട്ടുവരാൻ വേണ്ടി. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയാണ്, കസ്താം പരാനന്ദരസാനുഭൂതിം ഉത്സൃജ്യ ശൂന്യേഷു രമേത വിദ്വാൻ ചന്ദ്രേ മഹാഹ്ലാദിനി ദീപ്യമാനേ ചിത്രേന്ദുമാലോകയിതും കയിച്ചേത്. ധ്യാനിക്കുക, ജപിക്കുക, ഈശ്വരനെ സ്മരിക്കുക, അതിൽ ഒരു സുഖം, അന്തസുഖം അനുഭവിക്കുക എന്ന് വന്നാൽ കസ്താം പരാനന്ദരസാനുഭൂതിമുത്സൃജ്യ, ആ പരമമായി ഉള്ളിൽ നിന്ന് മാത്രം കിട്ടുന്ന ഈ ആനന്ദരസം വിട്ട് ഉത്സൃജ്യ ശൂന്യേഷു രമേത വിദ്വാൻ, ഈ ശൂന്യങ്ങളിൽ രമിക്കാൻ ആരെങ്കിലും ഏതെങ്കിലും വിദ്വാൻ അറിവുള്ളവൻ പുറപ്പെടുമോ? ദാ ആകാശത്തിൽ ഒരു പൂർണ്ണ ചന്ദ്രൻ, ഒറിജിനൽ ചന്ദ്രൻ, പ്രകാശം പരത്തിക്കൊണ്ട് ശീതള കിരണങ്ങൾ പരത്തിക്കൊണ്ട് അവിടെ ഇരിക്കണം. ആ ചന്ദ്രൻ അവിടെ ഉള്ളപ്പോൾ പെയിൻറ് ചെയ്തിട്ടുള്ള ഒരു ചന്ദ്രനെ കാണാൻ ആരെങ്കിലും പുറപ്പെടുമോ? എന്താ മിണ്ടാതെ? ഇതൊക്കെ പെയിൻറ് ചെയ്തതാന്ന് മനസ്സിലാക്കിക്കോളൂ.
ഒറിജിനൽ ചന്ദ്രൻ കിടക്കുന്നത് അകത്താണ്. നഖിദ്യതേനോ വിഷയൈഃ പ്രമോദതേ ന സജ്ജതേ നാഭിവിരജ്യതേ ച സ്വസ്മിൻ സദാ ക്രീഡതി നന്ദതി സ്വയം നിരന്തരാനന്ദ രസേന തൃപ്തഃ നഖിദ്യതേനോ വിഷയൈഃ പ്രമോദതേ. ഈ ലോകവസ്തുക്കളോടുകൂടി സംസർഗം പുലർത്തുന്ന സമയത്ത് ഒരിക്കലും ദുഃഖം പ്രാപിക്കുന്നില്ലത്രേ ഈ അറിവുള്ളവൻ. നോ വിഷയൈഃ പ്രമോദതേ. എന്ത് കണ്ടാലും സീതയ്ക്ക് പോലും സ്വർണ്ണമാനെ കണ്ട ആകർഷണം തോന്നിയതുപോലെ ആകർഷണം തോന്നുന്നില്ല. ന സജ്ജതേ നാഭിവിരജ്യതേ ച. പ്രത്യേകിച്ച് സംഘവുമില്ല, പ്രത്യേകിച്ച് അസംഗവുമില്ല. എന്താ കാരണം? സ്വസ്മിൻ സദാനന്ദതി ക്രീഡതി സ്വയം. സ്വസ്മിൻ സദാനന്ദതി ക്രീഡതി സ്വയം. അവനവൻ്റെ ഉള്ളിൽ എപ്പോഴും ക്രീഡിച്ചുകൊണ്ടും രമിച്ചുകൊണ്ടും ആഹ്ലാദിച്ചുകൊണ്ടും രസിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന ആൾക്ക് നിരന്തര ആനന്ദരസേന തൃപ്തഃ. എല്ലാ സമയത്തും ആനന്ദരസത്തോടുകൂടി തൃപ്തനായിട്ടിരിക്കുന്നു. എത്ര പ്രവിഷ്ടാ വിഷയാഃ പരേരിത നദീപ്രവാഹ ഇവ വാരിരാശൗ ലിനന്തി സന്മാത്രതയാന വിക്രിയാം ഉത്പാദയന്ത്യേഷ യതിർവിമുക്തഃ. എത്ര പ്രവിഷ്ട. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അതോ കേട്ടിട്ട് കഴിച്ചോ? എത്ര പ്രവിഷ്ട വിഷയാഃ പരേരിത. ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ലോകത്തിൽ സഞ്ചാരം കൂടുതലാണ്. പലതരത്തിലുള്ള ആൾക്കാർ നമ്മെ സമീപിക്കും. എല്ലാവരോടും കൂടി വ്യവഹാരം ഇടപാട് നമുക്ക് വേണ്ടി വരും. അങ്ങനെ പലരിടത്തും പോകുമ്പോൾ പലരും പലതും പറയും, പലതും തരും, പലതും ചൊല്ലും, എന്തൊക്കെയോ ഉണ്ടാവും. അതുണ്ടാവുന്ന സമയത്ത് എത്ര പ്രവിഷ്ട വിഷയാഃ പരേരിത. ബാക്കിയുള്ളവർ നൽകുന്നതായ വസ്തുക്കളാകട്ടെ, വാക്കുകളാകട്ടെ, വേറെ എന്തെങ്കിലും സമർപ്പണങ്ങളാകട്ടെ, എന്തു തന്നെ ആയാലും നദീപ്രവാഹ ഇവ വാരിരാശൗ. പലതരത്തിലുള്ള നദികൾ, മലിന നദികളും പവിത്ര നദികളും എല്ലാം തന്നെ സമുദ്രത്തിൽ ഒഴുകിച്ചേരും. ആ ഒഴുകിച്ചേരുന്ന സമയത്ത് സമുദ്രത്തിന് ഒരു ക്ഷോഭവുമില്ല. അതിൻ്റെ വിസ്തൃതിയാലും അതിൻ്റെ ആഴത്താലും അതിൻ്റെ ലവണമയത്വത്താലും ഈ വരുന്ന പ്രവാഹങ്ങളെ മുഴുവൻ സ്വീകരിച്ച് അതിലുള്ള ചളികളും ബാക്കിയുള്ള മാലിന്യങ്ങളുമെല്ലാം താഴത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ സമുദ്രജലത്തോടുകൂടി ചേർക്കുന്നത് മാതിരി എല്ലാറ്റിനെയും ആത്മസാത്കരിക്കാനുള്ള ഒരു ശക്തിയും സഹജ സരളമായിരിക്കുന്ന ഒരു പ്രകൃതി വിശേഷവും ഇത്തരത്തിലുള്ള ഭക്തന്മാർക്കും ജ്ഞാനികൾക്കും ഉണ്ടാവും. ഇതുണ്ടാവാനായിട്ട് എന്താ വഴി? യഥാ യഥാത്മാ പരിമൃജ്യതേസൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജന സംപ്രയുക്തം. യഥാ യഥാത്മാ പരിമൃജ്യതേസൗ മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം ചക്ഷുർയഥൈവാഞ്ജന സംപ്രയുക്തം. ശ്രീമദ് ഭാഗവതത്തിൽ കൃഷ്ണൻ പറയാണ്, യഥാ യഥാത്മാ പരിമൃജ്യതേസൗ. എത്രത്തോളം എത്രത്തോളം നമ്മുടെ മനസ്സ് മത്പുണ്യഗാഥാശ്രവണാഭിധാനൈഃ ഈശ്വരൻ്റെ പുണ്യകഥകൾ അത് കേട്ടിട്ടും ഈശ്വരൻ്റെ നാമങ്ങൾ ഗാനങ്ങൾ കീർത്തനം ചെയ്തിട്ടും നമ്മുടെ മനസ്സ് എത്രത്തോളം എത്രത്തോളം പരിമൃജ്യതേസൗ അതിന് പരിമാർജനം ശുദ്ധീകരണം സംഭവിക്കുന്നുവോ തഥാ തഥാ പശ്യതി വസ്തു സൂക്ഷ്മം അത്രത്തോളം അത്രത്തോളം അത് അതിസൂക്ഷ്മമായിരിക്കുന്ന പരമാത്മപ്രഭാവത്തെ കേൾക്കുന്നുണ്ടോ? അതിസൂക്ഷ്മമാണ്. ആകാശം പോലും സൂക്ഷ്മമാണ്. ആകാശത്തേക്കാൾ സൂക്ഷ്മമാണ് നമ്മുടെ ഉള്ളിലുള്ള ഉണർവ്, നമ്മുടെ ഉള്ളിലുള്ള ചേതന, നമ്മുടെ ഉള്ളിലുള്ള പരമാത്മാവ്. അതിനെ തന്നെയാണ് ഈശ്വരൻ പരബ്രഹ്മം എന്ന് പറയുന്നത്. അതിനെ ഉണരേണ്ടത് ഉള്ളിലാണ്. അതിൽ ഉള്ളിൽ ഉണരാൻ പെട്ടെന്ന് സാധിക്കില്ല. ജനിച്ചത് മുതൽക്ക് നാം കണ്ണും ചെവിയുമെല്ലാം പുറത്തേക്കാണ് പ്രവർത്തിപ്പിക്കുന്നത്. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ഇന്ദ്രിയങ്ങളെ അകത്തേക്കൊന്ന് തിരിച്ചു വയ്ക്കാൻ സാധിക്കില്ല. വച്ചാലും ഉള്ളിലുള്ളത് കാണില്ല. ഉള്ളിലുള്ളത് കാണാൻ നമ്മുടെ മനസ്സും ബുദ്ധിയും വേണം. ആ മനസ്സിനെയും ബുദ്ധിയെയും അന്തർമുഖമാക്കാനായി ഒരു ഉപാധി, ഒരു സഹായം എന്നുള്ള നിലയ്ക്കാണ് ഈ നാമജപങ്ങളും കീർത്തനങ്ങളും എല്ലാം നാം നടത്തുന്നത്.
അപ്പം നാമജപങ്ങളും കീർത്തനങ്ങളും സഫലമായി കാര്യക്ഷമമായി എന്ന് പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിന് ശുദ്ധി വരണം. ശുദ്ധി വന്ന് പശ്യതി വസ്തു സൂക്ഷ്മം, കണ്ണടച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉള്ളുണർവ് ഉജ്ജ്വലമായി പ്രകാശമാനമായി തേജഃപുഞ്ചമായി രോമഹർഷമുണ്ടാക്കിക്കൊണ്ട് നമ്മളെ ആപ്ലാവിതരാവണം നാം. യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാം നിശേഷമോക്ഷേ സതി വാസനാനാം ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ. ഇതിന് തടസ്സം എന്താ? ആഗ്രഹം, അമിതമായിരിക്കുന്ന ആഗ്രഹം, തെറ്റായിട്ടുള്ള ആർത്തി, അതൊക്കെ മനസ്സിൽ നിന്ന് പോകണം. യഥാ യഥാ പ്രത്യഗവസ്ഥിതം മനഃ, എത്രത്തോളം നിങ്ങൾ കണ്ണടച്ച് ഒരു ദിക്കിൽ മുറിയുടെ വാതിലടച്ച് അങ്ങനെ ഇരുന്ന് കണ്ണടച്ച് അവനവൻ്റെ ഉള്ളു നിരീക്ഷിക്കാൻ തുടങ്ങുമോ, ആത്മയോഗം നിങ്ങൾക്കുണ്ടാവുമോ, അത്രത്തോളം തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാം, ബാഹ്യവസ്തുക്കളോടുള്ള ആഗ്രഹം തന്നെത്താനെ കൊഴിഞ്ഞങ്ങനെ വീഴും. നിശേഷമോക്ഷേ സതി വാസനാനാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിശേഷം അങ്ങോട്ട് പോയി എന്നുണ്ടെങ്കിലോ ആത്മാനുഭൂതി പ്രതിബന്ധശൂന്യ, ഒരു വിധത്തിലുള്ള പ്രതിബന്ധവും ഇടച്ചലും തടസ്സവുമില്ലാതെ ആത്മാനുഭവം തുടർച്ചയായിട്ട് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന നിലയാണ് ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പറയുന്നത്. യോഗരതോവാ ഭോഗരതോവാ സങ്കരതോവാ സംഗവിഹീനഃ യസ്യ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവാ. അതിൻ്റെ ഒരു ചെറിയ ദൃഷ്ടാന്തമാണ് ഈ നാമസങ്കീർത്തനം പ്രദക്ഷിണം നടത്തുമ്പോൾ ഇവിടെ കാണുന്നത്. ആദ്യമൊക്കെയാണ് നമുക്ക് അച്ചടക്കം, നിയന്ത്രണം, കഷ്ടപ്പാട്, ബുദ്ധിമുട്ടി, വയ്യാവലിയൊക്കെ ഉള്ളത്. കുറച്ച് കഴിഞ്ഞാൽ ഇത് സഹജ സരളമാവും. യോഗരതോവാ ഭോഗരതോവാ സങ്കരതോവാ സംഗവിഹീനഃ. ആള് യോഗാഭ്യാസം ചെയ്താലും അല്ല കുടുംബത്ത് താമസിച്ച് എന്തെങ്കിലും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും മനുഷ്യർ വല്ലരും പോയി പല സ്ഥലങ്ങളിലും പോയി. ഇപ്പം ഞങ്ങളിവിടെ വരണു, കാലത്ത് വന്നാൽ ഞാൻ വൈകുന്നേരം 7-7:30 മണിക്കാണ് പോകുന്നത്. ഒരു തരത്തിലുള്ള സംഘമാണിത്. ഞങ്ങളുടെ സാധാരണ റുട്ടീനിലോ സമ്പ്രദായത്തിലോ പെട്ടതല്ല. അങ്ങനെയും ആവാം ചില സമയത്ത്. സങ്കരതോവാ സംഗവിഹീനഃ. പോയിന്റ് എന്താണ് ഇവിടെ? യസ്യ ബ്രഹ്മണി രമതേ ചിത്തം. നമ്മുടെ മനസ്സ് ഈശ്വരനിൽ, പരബ്രഹ്മത്തിൽ, പരമാത്മാവിൽ രമിക്കണം. അങ്ങനെ വന്നാലോ നന്ദതി നന്ദതി നന്ദത്യേവാ. നമുക്കെപ്പോഴും നന്ദനം, സന്തോഷം തന്നെ. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ യോ വിമുഗ്ധോ ജഡോ ബാലോ യോ ഗുണേഭ്യഃ പരം ഗതഃ. ശ്രീകൃഷ്ണൻ പറയാണ് ഉദ്ധവനോട്, ലോകത്തിൽ 2 ആളെ ചിന്തയിൽ നിന്ന് മുക്തന്മാരായിട്ടുള്ളൂ. ദ്വാവേവ ചിന്തയാ മുക്തൗ പരമാനന്ദ ആപ്ലുതൗ. പരമാനന്ദത്തിൽ ആപ്ലുതരായിട്ടുള്ളവർ, മുങ്ങിയിരിക്കുന്നവർ 2 പേരേ ഉള്ളൂ. ആരാ? യോ വിമുഗ്ധോ ജഡോ ബാലോ. ആ ശുദ്ധ സരളമായിരിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി. യോ ഗുണേഭ്യഃ പരം ഗതഃ. ഗുണങ്ങളെ വിട്ട് മേപ്പോട്ട് പോയവൻ, ഗുണാതീതനായിട്ടുള്ളവൻ. അപ്പം 2 ആളും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യംഘ്രിരേണുഭി. സാധാരണ ഭക്തൻ ഭഗവാന്റെ പുറകെ പോകുന്നു എന്നാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്നാൽ ശ്രീമദ് ഭാഗവതം എല്ലാവരുടെയും മനസ്സിൽ പ്രതിഷ്ഠിക്കാനും തൊടുത്തുവിടാനും നിലനിർത്താനും ഉദ്ദേശിക്കുന്ന ഭക്തി അങ്ങനത്തതല്ല. ആ ഭക്തിയുടെ ഒരു കസവ് വേറെയാണ്. ഭഗവാന്റെ പിന്നാലെ ഓടാനല്ല പറയുന്നത്, ഭഗവാൻ നിങ്ങളുടെ പിന്നാലെ വരണം എന്നാ പറയുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഭഗവാന്റെ പിന്നാലെ നിങ്ങൾ ഓടാതെ ഭഗവാനെ നിങ്ങളുടെ പിന്നിൽ കൊണ്ടുവരണം. അതെങ്ങനെയാ? ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കൂ എന്ന് എപ്പോഴും പറയുന്നുണ്ട്. മറ്റൊരു ഭാഷയിൽ പറയുകയാണ് കൃഷ്ണൻ, നിരപേക്ഷം മുനിം ശാന്തം. അപേക്ഷയില്ലാതെ, ശാന്തനായി, ആഗ്രഹങ്ങളില്ലാതെ, വൈരഭാവം മനസ്സിൽ നിന്ന് പോയിരിക്കുന്ന, എല്ലായിടത്തും ഈശ്വരനെ കാണുന്ന ആ മുനിയുണ്ടല്ലോ, അത്തരം ആൾക്കാരെ അനുവ്രജാമ്യഹം നിത്യം,
ഞാൻ എന്നും അത്തരക്കാരെ പിന്തുടരുന്നു. എന്തിനു വേണ്ടി? പൂയേത്യഘ്രിരേണുഭി, അവരുടെ പാദധൂലിയേറ്റ് എൻ്റെ ശരീരം, എൻ്റെ വ്യക്തിത്വം പവിത്രമാവട്ടെ എന്ന് വിചാരിച്ച്. കേട്ടുവോ നിങ്ങൾക്കിത് കേൾക്കാനുള്ള ഭാഗ്യമില്ലേ? നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശിനം അനുവ്രജാമ്യഹം നിത്യം പൂയേത്യഘ്രിരേണുഭി. അവരുടെ പാദധൂളി, പൂമ്പൊടിയുണ്ടല്ലോ, അതേറ്റ് എൻ്റെ ശരീരം, എൻ്റെ മനസ്സ് ശുദ്ധമാവട്ടെ എന്ന് വിചാരിച്ച് അവരുടെ പിന്നാലെ ഞാൻ പോണു. എന്താ അവർക്ക് ഇത്ര വിശേഷം? നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ ശാന്ത മഹാന്തോ അഖില ജീവ വത്സലാഃ കാമൈരനാലബ്ധധിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം ന വിദുഃസുഖം മമ. അവർ അനുഭവിക്കുന്ന സുഖമുണ്ടല്ലോ, അത് സാധാരണ പ്രാപഞ്ചികന്മാർക്ക് പിടികിട്ടില്ല, അനുഭവിക്കാനും സാധിക്കില്ല. എങ്ങനത്തതാ അത്? നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ, അവർ നിഷ്കിഞ്ചനന്മാരാണ്. ഒരു സാധനത്തിനോടും എൻ്റെ എന്നുള്ളൊരു വിചാരം അവർക്കില്ല. ശരീരം തൻ്റെയല്ല, ശ്വസിക്കുന്ന വായു നമ്മുടെയല്ല, കുടിക്കുന്ന വെള്ളം നമ്മുടെയല്ല, നാം അധിവസിക്കുന്ന ഭൂമി നമ്മുടെയല്ല, മനസ്സും ബുദ്ധിയും മസ്തിഷ്കവും ഒന്നും നമ്മുടെയല്ല. അപ്പം പിന്നെ ഇതുകൊണ്ട് സമ്പാദിക്കുന്ന വസ്തുക്കൾ എൻ്റെ ആവുമോ? ആവില്ല. അങ്ങനെ എല്ലാറ്റിനോടും ഇത് എൻ്റെ അല്ല എന്നുള്ളൊരു തോന്നൽ വന്നവനാണ് നിഷ്കിഞ്ചനൻ. അവർക്ക് പിന്നെ എന്താ ഉള്ളത്? മൈ അനുരക്തചേതസഃ, എന്നോട് അവർക്ക് അനുരാഗമുണ്ട്. അനുരക്തചേതസഃ എന്താ? അതാ പറയണത്, ഭഗവാനോട് നിങ്ങൾക്ക് തോന്നേണ്ടത് സ്നേഹമാണ്, അനുരാഗമാണ്. അനുരാഗം നമ്മുടെ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന ഭാവപാരമ്യതയാണ്, ഭാവമാണെന്ന് വെച്ചോളൂ. ആ ഭാവം എങ്ങനത്തതാ? അനുരാഗം എന്തിൻ്റെ നേരെ തോന്നിയാലും. ഒരു നായ്ക്കുട്ടിയെ മേടിച്ച് അതിനെ സ്നേഹിക്കുന്നവർക്ക് സന്തോഷമാണ്. അപ്പോൾ ഭഗവാനോട് അനുരാഗം തോന്നിയാലോ എന്തായിരിക്കും നിങ്ങളുടെ സന്തോഷം? മൈ അനുരക്തചേതസഃ, മനസ്സിലെ ഭഗവാനോടുള്ള അനുരാഗം പൂർണ്ണമായി നിറയും. ശാന്ത മഹാന്തോ അഖില ജീവ വത്സലാഃ, അവർ ശാന്തശീലരാണ്. മഹത്തായിരിക്കുന്ന ഒരു ഉന്നം വെച്ച് അതിനുവേണ്ടി നടക്കുന്നവരാണ്. അഖില ജീവ വത്സലരാണ്. എല്ലാ ജീവജാലങ്ങളോടും അവർക്ക് വാത്സല്യം, തൻ്റെ കുട്ടികളോട് മാത്രമല്ല. കാമൈഹി അനാലബ്ധധിയോ ജുഷന്തിയത്, അവരുടെ ബുദ്ധിയുണ്ടല്ലോ, മനസ്സുണ്ടല്ലോ, അത് ആഗ്രഹങ്ങളാൽ ചുറ്റപ്പെട്ടതല്ല. ജുഷന്തിയത് തത് നൈരപേക്ഷ്യം ന വിദു സുഖം മമ. നിങ്ങൾ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇതെങ്കിലും മനസ്സിലാക്കൂ. തത് നൈരപേക്ഷ്യം സുഖം. സാധാരണ നമുക്കുള്ള സുഖം ആഗ്രഹം നിറവേറി ഉണ്ടാവുന്നതാണ്. ഓരോ ആഗ്രഹവും നിറവേറിയാൽ ആ ആഗ്രഹം മനസ്സിൽ നിന്ന് ഇല്ലാതെയാവും. കേട്ടില്ല? ഓരോ ആഗ്രഹവും നിറവേറിയാൽ ആ ആഗ്രഹം ഇല്ലാതെയാവും. എല്ലാ ആഗ്രഹവും നിറവേറിയാലോ ഒന്നും ഉണ്ടാവില്ല അവിടെ. അപ്പം നേരെ നാം ആഗ്രഹമില്ലാതെ ഇരിക്കാൻ പുറപ്പെട്ടാലോ സർവാഗ്രഹങ്ങൾ നിറവേറ്റിയതിന് തുല്യമാവില്ലേ മനസ്സ്? കണക്കാണ് പറയണേ, ചെറിയ കുട്ടികൾക്കുള്ള കണക്ക്. കാമൈരനാലബ്ധധിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം. നൈരപേക്ഷ്യം എന്നാണ് ആ സുഖത്തിന് പേര്. അത് ബാക്കിയുള്ളവരെ എങ്ങനെ മനസ്സിലാക്കും? അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവാഃ സുഖമയാദിശഃ. അങ്ങനെയുള്ളവരുണ്ടല്ലോ, അവരെവിടെ ആയാലും അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ, അകിഞ്ചനായി, ശാന്തനായി, ദാന്തനായി, ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രിച്ച്, സമചേതസഃ എല്ലായിടത്തും ഒരുപോലെ തൻ്റെ ആത്മസാന്നിധ്യം, പരബ്രഹ്മ സാന്നിധ്യം, ഈശ്വര സാന്നിധ്യം, പരമകല്യാണ നിധിയാണ് എല്ലായിടത്തും അധിവസിക്കണത് എന്നിങ്ങനെ സാർവത്രികമായിരിക്കുന്നൊരു ഈശ്വര ദർശനം ഉണ്ടാവുന്നവർ. മയാ സന്തുഷ്ടമനസഃ, അവരുടെ മനസ്സ് ഈശ്വരൻ എന്നുള്ളൊരു വിചാരത്താൽ, വിശ്വാസത്താൽ, സാക്ഷാത്കാരത്താൽ, പ്രത്യേകാത്മാനുഭവത്താൽ സന്തുഷ്ടമായിട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് സർവാഃ സുഖമയാദിശഃ, എല്ലാ ദിക്കുകളും ഒരുപോലെ സുഖമയമാണ്. കേൾക്കുന്നുണ്ടോ? അവരവരുടെ വീട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന സുഖമല്ല, ധ്യാനത്തിൽ മാത്രം അനുഭവപ്പെടുന്ന സുഖമല്ല, പൂജാവേളയിൽ മാത്രം അനുഭവപ്പെടുന്ന സുഖമല്ല,
കണ്ണടച്ചാലും തുറന്നാലും, വീട്ടിലായാലും പുറത്തായാലും, ഉദ്യോഗ ക്ഷേത്രത്തിലായാലും സത്രശാലയിലായാലും എവിടെ ആയാലും സർവാഹ സുഖമയാ ദിശഃ. ഇനി ഇങ്ങനെയുള്ള ഭക്തി ഉണ്ടാവാൻ നമുക്ക് എന്തു വേണം? വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം യത് ബ്രഹ്മദർശനം. വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിതഃ. സമാപന വാക്യങ്ങളാണ് പറയുന്നത്. വാസുദേവനായിരിക്കുന്ന ഭഗവാനിൽ ഭക്തി എന്ന് പറയുന്ന സാധന നിങ്ങൾ അങ്ങോട്ട് പ്രയോഗിക്കണം. അത് പ്രയോഗിച്ചാലോ എത്രത്തോളം വാസുദേവ ഭക്തി ഉണ്ടാവുന്നുവോ അത്രത്തോളം ജനയത്യാശു വൈരാഗ്യം, നമ്മുടെ മനസ്സിൽ വിരാഗത, ആശയില്ലായ്മ ഇങ്ങനെ കൂടി വരും. ജ്ഞാനം യത് ബ്രഹ്മദർശനം. അപ്പോഴാണ് നമുക്ക് അറിവ്, ഈ പറയുന്നതൊക്കെ നല്ലപോലെ മനസ്സിൽ പറ്റുന്നതും അതിൻ്റെ വെളിച്ചം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതും. അങ്ങനെ ബ്രഹ്മദർശനം ഉണ്ടാവും. നമുക്ക് 4 ആശ്രമങ്ങളുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അതിൽ സന്യാസാശ്രമമാണ് അവസാനത്തത്. ഈ സന്യാസാശ്രമം എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളൊക്കെ സന്യാസിമാരെന്നാണ് വയ്ക്കുന്നത്. എന്നാൽ സാധാരണ സന്യാസിമാർ ചെയ്യുന്ന മാതിരിയുള്ള സമ്പ്രദായങ്ങളൊന്നും ഒരു പക്ഷേ ഞങ്ങൾ കണ്ടിരുന്നു വരില്ല. എന്താ അതിൻ്റെയൊക്കെ കാരണം? നമ്മുടെ ശാസ്ത്രങ്ങൾ വളരെ വിശേഷപ്പെട്ടതാ. നാരദ മഹർഷി യുധിഷ്ഠിരനോട് ഉപദേശിക്കുന്നതാണ് രംഗം. നയതേരാശ്രമഃ പ്രായോ ധർമ്മഹേതുർമഹാത്മനഃ ശാന്തസ്യ സമചിത്രസ്യ ബിഭ്രിയാത് ഉദവാത്യജേത്. സന്യാസാശ്രമമാണെങ്കിലും സാധനയാണെങ്കിലും അത് നിറവേറിയിട്ടുള്ള സിദ്ധി എന്നുള്ള ഒരു നിലയുണ്ട്. അപ്പോൾ ആ സിദ്ധി കൈവന്നു, അതിനു വേണ്ടിയിട്ടാണല്ലോ എല്ലാ സാധനയും ചെയ്യുന്നത്. സന്യാസാശ്രമം അതിനാ. അങ്ങനെ സിദ്ധി കൈവന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ഈ സന്യാസാശ്രമത്തോട് ചേരുന്ന, യതി എന്ന് പറയുന്ന നിലയോട് ചേരുന്ന പല ലക്ഷണങ്ങളോ സമ്പ്രദായങ്ങളോ ഒന്നും അവിടെ അവർക്ക് പിന്നെ ഒരു ആവശ്യമില്ലാതെയാവും. എങ്ങനെയായാൽ ശാന്തസ്യ സമചിത്തസ്യ ബിഭ്രിയാത് ഉദവാത്യജേത്. അവർക്ക് മനസ്സിന് ശാന്തി വന്നു, എല്ലാ ദിക്കിലും സമചിത്തത വന്നു എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് എല്ലാം കൂടി തൊടുത്തുവിടാനുള്ളത് സുഖവും ദുഃഖവും എന്ന് പറയുന്നതാ. ദ്വന്ദ്വൈർ വിമുക്താഹ സുഖദുഃഖ സംജ്ഞൈ. ഈ ലോകത്തിന് ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ അകത്ത് കടന്ന് തൊടുക്കാനുള്ളത് സുഖദുഃഖങ്ങൾ മാത്രമാണ്. അതിൽ നിന്ന് മോചനം കിട്ടി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് തന്നെ നമ്മൾ മുക്തരായി. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ കൊണ്ടു നടന്നോളണം എന്നില്ല. എന്തെങ്കിലും ചിലത് അവരുടെ ഇഷ്ടത്തിന് കൊണ്ടു നടന്നോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ശാസ്ത്രങ്ങൾക്ക് അവരെ പറ്റി ഒന്നും പറയാനില്ല, അവരപ്പുറത്ത് കടന്നു കഴിഞ്ഞു എന്ന് പറയുക. ജ്ഞാനനിഷ്ഠോ വിരക്തോ വാ മദ്ഭക്തോ വാ അനപേക്ഷകഃ സലിംഗാൻ ആശ്രമാം സ്ത്യക്ത്വാ ചരേത് അവിധിഗോചരഃ. അങ്ങനെയുള്ളവരോട് പറയാണ്, അദ്ദേഹം ജ്ഞാനനിഷ്ഠനോ വിരക്തനോ എൻ്റെ ഭക്തനോ അല്ല, ഒന്നിലും അപേക്ഷയില്ലാത്തൊരു മനുഷ്യനോ ആവട്ടെ, അങ്ങനെ എന്തു വന്നാലും സലിംഗാൻ ആശ്രമാം സ്ത്യക്ത്വാ, അതാത് ലക്ഷണങ്ങളോട് കൂടിയ എല്ലാ ആശ്രമങ്ങളെയും ഉപേക്ഷിച്ച് ചരേത് അവിധിഗോചരഃ, ഒരു വിധത്തിലുള്ള വിധിക്കും വിധേയനാകാതെ അവിധിഗോചരനായി ലോകത്തിൽ ആ ആൾ സഞ്ചരിക്കട്ടെ. കേൾക്കുന്നുണ്ടോ? കേട്ടെങ്കിലും വയ്ക്കും. ഞാൻ വേറെ ആരോടാ അത് പറയുക? നിങ്ങൾക്കിത് കേൾക്കണ്ടെന്ന് തോന്നിയാലും ഭൂമാനന്ദ സ്വാമിജിക്ക് കേൾപ്പിക്കണം എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് അവിടെ പറഞ്ഞു കൊടുക്കാനായിട്ട് വേറെ കുട്ടികളും കുടുംബമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പം ഈ അമൃത് നിങ്ങളെ ധരിപ്പിക്കണം എന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക എൻ്റെ നിർബന്ധത്തിന്. ചാവുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഈ രംഗം ഓർമ്മ വന്ന് സ്വാമിജി അന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓർമ്മ വന്നാൽ നിങ്ങൾക്ക് മോക്ഷമായി വൈകുണ്ഠായി. ഇപ്പം ഇല്ലെങ്കിലും അപ്പോഴെങ്കിലും ആവുമല്ലോ എന്ന് വിചാരിച്ച് പറയണതാ. യഥാ യത് കർത്തുമായാതി തദാ തത് കുരുതേ ഋജു ശുഭം വാപ്യശുഭം വാപി തസ്യ ചേഷ്ടാ ഹി ബാലവത്. ജനകനെ ഉപദേശിക്കുകയാണ് അഷ്ടാവക്ര മഹർഷി. ഇതേ ഭാവം അതിൽ കാണാം. യഥാ യത് കർത്തുമായാതി, എന്ത് എപ്പോൾ ചെയ്യാൻ വരുന്നുവോ, തദാ തത് കുരുതേ ഋജു, അപ്പപ്പോളായി അതാത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂ. ഞാനിവിടെ ചില അനൗൺസ്മെൻ്റൊക്കെ നടത്തുന്നുണ്ട്, എനിക്ക് ഇഷ്ടമില്ലാത്ത അനൗൺസ്മെൻറ്റാ. എന്നാൽ ഇവിടെ വന്നാൽ പട്ടിയുടെ വേഷം കെട്ടിയാൽ കുറയ്ക്കന്നെ. അത് മടിച്ചിരുന്നാൽ ആരാ ചെയ്യുക? സ്വാമിജി തന്നെ പറയണമെന്ന് പറയുന്നു. അപ്പോൾ പറഞ്ഞു കളയാം. അപ്പോൾ പറയാൻ പുറപ്പെടുമ്പോൾ അത് അതിനനുസരിച്ച് പറയണമെന്ന് മാത്രം. അത് ഇതിൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. യഥാ യത് കർത്തുമായാതി തദാ തത് കുരുതേ ഋജു ശുഭം വാപ്യശുഭം വാപി, അത് ശുഭമാകാം അശുഭമാകാം. തസ്യ ചേഷ്ടാ ഹി ബാലവത്, ഒരു കുട്ടിയെപ്പോലെ
ഒരു കുട്ടിയെ ഒക്കത്ത് കൊണ്ടുപോയി ഒരാൾ വിളിച്ചു വരുമെന്ന് പറഞ്ഞു, വേറൊരാൾ വിളിച്ചു പോയി, ആ കുട്ടിയെ കുറ്റം പറയാൻ പറ്റുമോ? അതുപോലെയാണ് വാസ്തവത്തിൽ ഈ ലോകത്തിൽ നാം ഇരിക്കുന്നത്. ഇനി ഒരു കാര്യവും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. എന്താ അത്? ഈ ഗൃഹസ്ഥാശ്രമികളുണ്ടല്ലോ, അവരെപ്പറ്റി ധർമ്മോപദേശത്തിൽ നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. യാവത് ഭ്രിയേത ജഠരം താവസ് തത്വം ഹി ദേഹിനാം. അവനവൻ്റെ ആവശ്യം എത്രയോ ആ ആവശ്യത്തിനനുസരിച്ച് വേണം കാര്യങ്ങൾ ശേഖരിക്കാൻ. അത് വിട്ട് അധികമായി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അധികം യോഭിമന്യേത, കൂടുതൽ ആവശ്യത്തിലധികം നമ്മൾ ശേഖരിച്ച് വെച്ച് ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ സസ്തേനോ ദണ്ഡമർഹതി, ആ ആൾ കള്ളനാണ്, സ്തേനനാണ്. പണിഷ്മെൻറ്റ്, ഹി ഡിസേർവ്സ് പണിഷ്മെൻറ്റ്. അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കണം, കള്ളൻ്റെ ശിക്ഷ. മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിച്ച് തൻ്റെ അലമാറയിൽ കൂട്ടിവെച്ചിരിക്കുക, അതിന് ശിക്ഷിക്കണം എന്നാണ് ഭാഗവതം പറയുന്നത്. ഇനി ശൂദ്രൻ അശൂദ്രൻ എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരം കേട്ടു. ഭാഗവതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ഞാൻ നിർത്തുക. ഇതാ യസ്യ യല്ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യഞ്ജകം യദന്യത്രാപി ദൃശ്യേത തത്തേനൈവ വിനിർദിശേത്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഇങ്ങനെ പല ഡിവിഷൻസും ഉണ്ടല്ലോ. ആ ഡിവിഷൻസ് ഇപ്പോൾ ബ്രാഹ്മണർക്ക് ജനിച്ച കുട്ടികൾ ബ്രാഹ്മണർ, ക്ഷത്രിയർക്ക് ജനിച്ചവർ ക്ഷത്രിയർ, അങ്ങനെയാണല്ലോ പറയുന്നത്. നമ്മൾ ഈ പറയുന്നതാണോ അവിടെ മുഖ്യം, അതോ ആ ജനിച്ച കുട്ടികൾക്ക് ആ ലക്ഷണം കാണണം എന്നുള്ളതോ? അപ്പോൾ ആ ലക്ഷണം എവിടെയുണ്ടോ അവരെ ആ ആളായിട്ട് കണക്കാക്കണം എന്ന്. അപ്പോൾ എവിടെ ബ്രാഹ്മണ ലക്ഷണങ്ങൾ കണ്ടാലും ഭക്തലക്ഷണങ്ങൾ കണ്ടാൽ ആ ആൾ ഭക്തനാണ്. ആ ആൾ ജനിച്ചതെവിടെ, പുരുഷനാരോ സ്ത്രീയാണോ, പഠിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കരുത്. യസ്യ യല്ലക്ഷണം പ്രോക്തം പുംസോ വർണ്ണാഭിവ്യഞ്ജകം യദന്യത്രാപി ദൃശ്യേത. അത് വേറെ ആരുടെ കാര്യത്തിൽ കണ്ടാലും ആ ആളെ അതേമാതിരി സ്വീകരിക്കണം എന്ന് ശ്രീമദ് ഭാഗവതം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ ജാതി വ്യത്യാസത്തിന് വല്ല പ്രസക്തിയുണ്ടോ? ശ്രീകൃഷ്ണനെയും വസുദേവനെയും പറ്റി പറയുകയാണ്. ഗുണാ സർവത്ര പൂജ്യന്തേ പിതൃവംശോ നിരർത്ഥകഃ. എൻ്റെ അച്ഛൻ കേമനായിരുന്നു, എൻ്റെ അച്ഛൻ ആനപ്പുറത്ത് കയറി തഴമ്പുണ്ട്, അതുകൊണ്ട് എൻ്റെ കാലിലും തഴമ്പുണ്ട് എന്ന് പറയാൻ പറ്റുമോ? മിണ്ടാത്തെ. അപ്പോൾ ഗുണാ സർവത്ര പൂജ്യന്തേ പിതൃവംശോ നിരർത്ഥകഃ. വലിയ അച്ഛൻ്റെ വംശാണെന്ന് പറഞ്ഞ് പേരൊന്നും പറയണ്ട, നിങ്ങൾക്ക് യോഗ്യതയുണ്ടോ അത് കണക്കാക്കിയാൽ മതി. അതല്ലെങ്കിലോ വാസുദേവോ യഥാ തദ്വത് വസുദേവോ നനമ്യതേ. വാസുദേവൻ കൃഷ്ണനെ പൂജിക്കുന്നത് മാതിരി കൃഷ്ണൻ്റെ അച്ഛനെ ആരെങ്കിലും പൂജിക്കുന്നുണ്ടോ? പൂജിക്കില്ല. അപ്പം എപ്പോഴും അവനവനിൽ ഗുണമുണ്ടാക്കാൻ പരിശ്രമിക്കുക. എവിടെ ഗുണമുണ്ടോ, മൂല്യമുണ്ടോ, ശ്രേഷ്ഠതയുണ്ടോ അത് കണ്ടറിഞ്ഞ് അതിനെ ആദരിക്കാനും നോക്കുക. ഇതാണ് നമുക്ക് ആവശ്യം. അപ്പം ഞാൻ പലതും പറഞ്ഞു. അവസാനം ഈ ഭാഗവതത്തിൻ്റെ ധർമ്മം, അതിൻ്റെ വീക്ഷണം സമാജത്തെയും ജാതി വ്യത്യാസങ്ങളെയും സംബന്ധിച്ചത് എന്താ എന്ന് പറഞ്ഞു. ഒരു ഭക്തൻ എങ്ങനെ വളരണം, നാമജപത്തിൻ്റെയും ബാക്കി അനുഷ്ഠാനങ്ങളുടെയും ഉദ്ദേശം എന്ത്, എല്ലാറ്റിൻ്റെയും കേന്ദ്രബിന്ദു നമ്മുടെ അന്തരാത്മാവാണ്. അങ്ങോട്ട് എത്തിച്ചേരണം. ആ ആത്മപ്രകാശ കിരണങ്ങൾ നിങ്ങളിൽ ധാരാളം നിറഞ്ഞ് പ്രസരിക്കാറാവണം. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഇത്രയും പറഞ്ഞ് നമുക്ക് തൽക്കാലം ഈ കൊല്ലത്തെ തത്വപ്രവചന പരമ്പര പരിസമാപിപ്പിക്കാം. ഇത് കഴിഞ്ഞാൽ നാമസങ്കീർത്തനമായി. ഞങ്ങളുടെ ആശ്രമത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു 48-ലേറെ വർഷമായി നടത്തുന്നതാണ് വിചാരസേതു ദി പാത്ത് ഓഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മാസിക. This has been an associate or an expression of our ashram for the past more than 48 years. Ever since I went to Jamshedpur and had the first Jnana Yajna there, this Vicharasetu in English was started, and ever since then it has been a mouthpiece of Narayana Ashrama Tapovanam for nearly 5 decades. All the activities that we are undertaking and whatever organizational pursuits we are making, I would like to tell you that all these have been particularly patronized and enabled by the readers and votaries of Vicharasetu. There are not articles written by many writers in this little magazine. Our ashram members and the devotees, most of the articles are written by me. Now they are written by the other sannyasins. Sometimes they are written by some of the devotees and seekers also. Though it's a very small journal, it's a profound journal conforming to national standards. So we have been able to produce a translated version of it in Hindi, Vicharasetu,
And we also have Vicharasarani in Malayalam. I would like as many of you as possible to read Vicharasetu and subscribe for it. Renew your subscriptions so that you will be in touch with me and our ashram and all these activities. Vicharasarani എന്ന് പറയുന്ന മാസിക വിചാരസേതുവിൻ്റെ ഏതാണ്ട് മലയാളം വെർഷനാണ്. ഭഗവത്ഗീതയെ പറ്റി എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിൽ എത്രയും പേർ വരിക്കാരായി നീങ്ങി നിങ്ങൾ എന്നും വായിച്ച് അതിലുള്ള ഉള്ളടക്കം ചർച്ച ചെയ്ത് വീട്ടിലൊരു സത്സംഗം നടത്തണം എന്നാണ് എനിക്ക് അഭിപ്രായമായിട്ട് പറയാനുള്ളത്. ഇതാണ് അതിൻ്റെ കോപ്പി. ഇത്തവണ കൃത്യം നിർവഹിച്ച് കൃഷ്ണൻ വിശ്രമത്തിൽ എന്നുള്ള പുസ്തകമാണല്ലോ ഇത്തവണ എഴുതിയിരിക്കുന്നത്. ഈ കുചേലൻ്റെ ആഗമനം മുതൽക്ക് തുടങ്ങി ശ്രുതിഗീത, കൃഷ്ണനും മഹർഷിമാരുമായിട്ടുള്ള സംവാദം അതൊക്കെ വളരെ വ്യക്തമായി വിശേഷപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ അതിലുണ്ട്. കൃത്യം നിർവഹിച്ച് കൃഷ്ണൻ വിശ്രമത്തിൽ ദ്വാരകയിലിരിക്കുക. അതേമാതിരി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഗൃഹസ്ഥകൃത്യം നിർവഹിച്ച് വീട്ടിൽ വിശ്രമിക്കാറാവണം. കൃഷ്ണൻ എങ്ങനെ വിശ്രമിച്ചു, വിശ്രമാവസരത്തിൽ അദ്ദേഹം എന്തു ചെയ്തു എന്നാലോചിച്ച് നിങ്ങളും അതുപോലെ ആയിത്തീരാനും അത് ആ മാർഗത്തിൽ സഞ്ചരിക്കാനും ഒരു ഇടവരട്ടെ. അതിനുപയോഗിക്കുന്നതാണ് ഈ പുസ്തകം. ഞാൻ മുമ്പ് പറഞ്ഞതുമാതിരി ഈ പുരാണ തത്വകഥനം, തത്വശ്രവണം അത് സാർത്ഥകമാകണമെങ്കിൽ കുറേ പുസ്തകങ്ങൾ മേടിച്ച് വായിക്കാനുള്ളൊരു മനസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാവണം. ആ പുസ്തകങ്ങൾ വാങ്ങൂ. വളരെ സൗജന്യ നിരക്കിലാണ് നമ്മുടെ ആശ്രമം അത് കൊടുക്കുന്നത്. ചങ്ങാതിമാർക്കും ബാക്കിയുള്ളവർക്കുമെല്ലാം അതിൻ്റെ ഓരോ കോപ്പി സമ്മാനമായി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെയും നിങ്ങളൊന്ന് പരിശ്രമിക്കൂ. ഞങ്ങൾക്കിത് ഇങ്ങനെ ഒരു സംഘടനയുണ്ടാക്കി അവിടെ വന്ന് പ്രവക്തൃപീഠത്തിലിരുന്ന് സംസാരിച്ച് ബഹുസഹസ്രം ജനങ്ങളെ കേൾപ്പിക്കാനേ പറ്റുള്ളൂ. ശ്രോതാക്കളായിരിക്കുന്ന നിങ്ങളെല്ലാവരും ഓരോരുത്തരുടെയും ദൗത്യമായി കണക്കാക്കി ഈ സന്ദേശത്തെ പ്രചരിപ്പിക്കാനായി പ്രത്യേകം പരിശ്രമിക്കണം. ഇതേമാതിരിയുള്ള സംരംഭങ്ങളുണ്ടെങ്കിൽ അതിനെ പോഷിപ്പിക്കാനും അതിൻ്റെ നടത്തിപ്പ് സുഗമമാക്കാനും ഫലപ്രദമാക്കാനും വേണ്ടി പരിശ്രമിക്കുന്നതും ആവശ്യമാണ്. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ ഈ പ്രവചന പരമ്പര പരിസമാപിക്കുന്നു. അതിനുശേഷം നമുക്ക് നാമസങ്കീർത്തന യാത്ര പെട്ടെന്ന് തന്നെ തുടങ്ങാം. ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം, ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശഃ പ്രദീപഃ, ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ, ജയതി ജയതി പൃഥ്വീ ഭാരനാശോ മുകുന്ദഃ. അദ്വൈതബോധാബ്ജസഹസ്രരശ്മിഃ ശാന്തേർലതായാഃ കില കൽപ്പവൃക്ഷഃ, സംസാരസന്താപവിനാശചന്ദ്രഃ കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു, കൃഷ്ണഃ സദാഹ്ലാദകരോ മമാസ്തു. കർത്തവ്യമസ്തി ന മമേഹ ന കിഞ്ചിദേവ സ്ഥാതവ്യമിത്യതിമനാഃ ഭുവി സംസ്ഥിതോസ്മി. സംശാന്തയാ സതതസുപ്തധിയൈവ വൃത്യാ കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി, കാര്യം കരോമി ന ച കിഞ്ചിദഹം കരോമി. ഹരി ഓം, ഹരി ഓം, ഹരി. നിശബ്ദം. ഇനി ശബ്ദിക്കാനുള്ളൊരവസരം ഓങ്കാരം ജപിച്ചുകൊണ്ടാണ്. എല്ലാവരും കൂടി എത്രത്തോളം ഉച്ചത്തിലാകുമോ ഓങ്കാരം ജപിക്കൂ എൻ്റെ കൂടെ. ദാ ഓ ഹരി ഓം തത്സത്.